ഗുഡ് ഈവനിങ് ആൾ. ബഹുമാനപ്പെട്ട നസറുദ്ദീൻ സാർ, പ്രസീത മാം, ഈ ഒരു നെറ്റ് ഓറിയന്റേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഫോക്കസിലെ പഠിതാക്കളെ, നമ്മുടെ ലക്ഷ്യമായ നെറ്റ് JRF നേടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പേപ്പർ 1, ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. സാധാരണ ഏത് സബ്ജക്റ്റിൽ നെറ്റ് എഴുതുന്ന ആളുകളാണെങ്കിലും അവനവന്റെ സബ്ജക്റ്റ് പരമാവധി നോക്കാനും, എന്നാൽ ജനറൽ പേപ്പർ പലപ്പോഴും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തുകൊണ്ടും നമ്മൾ വ്യത്യസ്തരായിരിക്കണം, എങ്കിലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പർ 2 അറബിക്കുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇന്നത്തെ സെഷനിൽ പേപ്പർ 1 ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനാണ്. മിക്കവാറും ആർക്കും പരിചയപ്പെടുത്തേണ്ടി വരില്ല പ്രസീത മാമിനെ. ഏകദേശം ഒരു 5-6 ബാച്ചുകളിലായി നമ്മുടെ ജനറൽ പേപ്പർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസീത മാമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ ഈ രംഗത്ത് ഏറെ പരിചയമുള്ള, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നല്ല ഫീഡ്ബാക്ക് നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ആളുകളിൽ നിന്ന്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു സെഷൻ ആയിരിക്കും. പിന്നീടുള്ള സെഷനുകളിലൂടെയും നമുക്ക് മാമിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ പരമാവധി ഇന്നത്തെ സെഷൻ എല്ലാവരും ലൈവായി പൂർണ്ണമായും കേൾക്കണമെന്നും, നിങ്ങൾ ഈ ഒരു പേപ്പർ പഠിക്കേണ്ട സ്ട്രാറ്റജി അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചെറിയ രൂപത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായിരുന്നാലും എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത്, നമുക്കറിയാം, അറബിക് മേഖലയിൽ JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമ്മോട് സംസാരിക്കുന്നത് ഫോക്കസ് അക്കാദമിയുടെ അഡ്മിന്മാരിൽ ഒരാളും അതുപോലെ തന്നെ അറബിക്കിൽ JRF ഹോൾഡറുമായിട്ടുള്ള, ഇപ്പോൾ MES മമ്പാട് കോളേജിൽ ഇതുവരെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നസറുദ്ദീൻ സാർ, അതുപോലെ തന്നെ പ്രസീത മാം ഡീറ്റെയിൽ ആയിട്ട് നമ്മോട് പേപ്പർ 1 ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കുന്നതായിരിക്കും. രണ്ടുപേരെയും എല്ലാവർക്കും വേണ്ടി വളരെ ഹാർദമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിലും ഉപരി ഇത്തവണ തന്നെ ജൂണിൽ തന്നെ നമ്മുടെ ലക്ഷ്യമായ JRF നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന അർത്ഥത്തിൽ ഈ ഒരു പ്രോഗ്രാം സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പഠിതാക്കളെയും ഒറ്റവാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നസറുദ്ദീൻ സാറോട് വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു ആൾ. സാർ, യു ക്യാൻ സ്റ്റാർട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ UGC നെറ്റ് അറബിക്കിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതിലെ വളരെ പ്രധാനപ്പെട്ട ജനറൽ പേപ്പർ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, ജനറൽ പേപ്പർ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 വാക്ക് മാത്രം സംസാരിച്ച്, അല്പം മാത്രം സംസാരിച്ച് ഇന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രസീത മാമിന് വേണ്ടി കൈമാറുകയാണ്. നമുക്കറിയാം, UGC നെറ്റിൽ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. 150 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പർ ആയിരിക്കും. 80-ലധികം നെറ്റ് എക്സാം, 80-ലധികം വിഷയങ്ങളിൽ ഉള്ള നെറ്റിന്റെ എല്ലാ എക്സാമിനും ആ പേപ്പർ ഒരേ സിലബസിൽ നിന്നായിരിക്കും. 10 യൂണിറ്റുകളായിരിക്കും. സെക്കൻഡ് പേപ്പറിൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായിരിക്കും നമ്മൾ PG
ഏതിലാണോ ചെയ്തത് ആ വിഷയത്തിലുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ പേരും അറബിക് എടുത്തവരാണ്. അതുകൊണ്ട് അറബിക്കിലായിരിക്കും 100 ക്വസ്റ്റ്യൻസ് വരിക. നമുക്കറിയുന്നതാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മുടെ നെറ്റ് എക്സാമിന് ഏതൊരു എക്സാം ആണെങ്കിലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ. അറബിക് എഴുതുന്നവർക്ക് ഞാൻ ആദ്യമായി എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും. ഞാൻ 2018 നെറ്റ് എക്സാമിന് 2018 ഡിസംബറിൽ നെറ്റ് കിട്ടി, അൽഹംദുലില്ലാ. അതിനുശേഷം 2019 ജൂൺ മാസത്തിൽ JRF വേണ്ടി ട്രൈ ചെയ്യുന്ന സമയം ഞാൻ അന്ന് കോഴിക്കോടും സമീപ സ്ഥലത്തും അവൈലബിൾ ആയ കുറച്ച് നെറ്റ് ക്ലാസ്സുകൾക്കൊക്കെ പോയിരുന്നു. ആദ്യമായി ഞാൻ നെറ്റ് എഴുതുന്നത് 2018 ജൂലൈ എക്സാമിനാണ്. പിന്നെ 2018 ഡിസംബറിൽ എഴുതുന്നതിൽ നെറ്റ് കിട്ടി. പിന്നെയാണ് മൂന്നാമത്തെ എൻ്റെ ഒരു എക്സാമിന് വേണ്ടിയാണ് ഞാൻ JRF വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ JRF വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂന്നാമത്തെ എക്സാം. അതിൽ എനിക്ക് അറബിക്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന 2 പേർ, എനിക്കറിയാം അവരെ കുറിച്ച്. അറബിക്കിൽ നന്നായി കഴിവുള്ളവരാണ്. അതിൽ ഒരാൾ 6 പ്രാവശ്യം നെറ്റ് കിട്ടിയ ആളാണ്. അറബിക്കിലെ 90-ലധികം ക്വസ്റ്റ്യൻസിന് എന്തായാലും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അത്രയും അറിവുള്ള ഒരാളാണ് അതിൽ ഒരാൾ. മറ്റൊരാളും ഒരുപാട് തവണ നെറ്റ് എക്സാം എഴുതി, പലതവണ നെറ്റ് കിട്ടി, നെറ്റ് ക്ലാസ് എടുക്കുന്ന ആളാണ്. പക്ഷേ ഈ 2 പേർക്കും ഞാൻ നെറ്റ് എക്സാം എഴുതുമ്പോഴും അവർ JRF വേണ്ടി എക്സാം എഴുതി, പലതവണ നെറ്റ് എക്സാം എഴുതിയതാണ്. അറബിക്കിൽ നല്ല ആഴത്തിലുള്ള അറിവുള്ള ആളാണ്. ഇത് പറയുമ്പോൾ പലർക്കും പലരെ കുറിച്ചാണെന്ന് തോന്നും, കാരണം അങ്ങനത്തെ ഒരുപാട് പേരുണ്ടാവും. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള 2 ആളെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഏതായാലും അവർക്ക് 2 പേർക്കും ജസ്റ്റ് നെറ്റാണ് കിട്ടിയത് ആ എക്സാമിലും. എനിക്ക് ആ എക്സാമിൽ അൽഹംദുലില്ലാ JRF കിട്ടി. എനിക്കറിയാം അറബിക്കിൽ അവർക്ക് അപ്രാവശ്യവും എന്നെക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എവിടെയാണ് അവരെക്കാൾ മുന്നിലെത്താൻ സാധിച്ചത്? യെസ്, ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ അറബിക്കിന്റെ മാർക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ അതിലുണ്ട് എനിക്ക് 36-ാമത്തെ സ്ഥാനമുള്ളത്. അറബിക്കിൽ മാർക്കിന്റെ വിഷയത്തിൽ 1, 2, 3 അങ്ങനെ താഴോട്ട് വരുമ്പോൾ 36-ാമത്തെ സ്ഥാനമാണുള്ളത്. ആ പ്രാവശ്യം എല്ലാ വിഭാഗത്തിൽ നിന്നും കൂടെ ടോട്ടൽ 18 പേർക്ക് JRF കിട്ടിയിട്ടുള്ളൂ. അറബിക്കിൽ എനിക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ 36-ാം സ്ഥാനമാണെങ്കിൽ അറബിക്ക് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും JRF കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്നെക്കാൾ മുൻപിൽ 35 പേര് വേറെയുണ്ട്. 18 പേർക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നും കൂടി JRF കിട്ടിയിട്ടുള്ളൂ. അപ്പോഴാണ് അപ്പുറത്ത് പേപ്പർ 1ന്റെ മാർക്ക് ഞാൻ പറഞ്ഞല്ലോ. 2018 ഡിസംബറിലാണ് എനിക്ക് നെറ്റ് കിട്ടിയത്. നെറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. എനിക്ക് നെറ്റ് കിട്ടുമ്പോൾ എന്നോട് കൂടെ എക്സാം എഴുതിയ പലരും അറബിക്കിൽ നമ്മളുടെ പേപ്പറിൽ, മെയിൻ പേപ്പറിൽ ഏകദേശം മാർക്കുകളൊക്കെ തുല്യമാണ്. 2, 4, 6 മാർക്കിനൊക്കെ വ്യത്യാസമുള്ളൂ. പക്ഷേ
നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതും JRF ക്വാളിഫൈ ചെയ്യുന്നതുമൊക്കെ ഫസ്റ്റ് പേപ്പറിൽ നന്നായി പഠിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് കൊണ്ടാണ്. ഫസ്റ്റ് പേപ്പറിൽ എന്നെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ പലരുണ്ട്. സെക്കൻഡ് പേപ്പറിൽ, അറബിക് പേപ്പറിൽ എന്നെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ പലരും ഉണ്ടായിരുന്നു, പക്ഷെ നെറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോ ഞാൻ ആ ഒരു കാര്യം നന്നായി മനസ്സിലാക്കി. നമ്മൾ അറബിക്കിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം എന്ന് കരുതി നമ്മൾ അറബിക്കിനെ ഒഴിവാക്കി ജനറൽ മാത്രം പഠിക്കരുത്. അറബിക്കിന് നമ്മൾ ഏതൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യം നമ്മൾ ജനറലിനും കൊടുക്കണം. ആ ഒരു സത്യം മനസ്സിലാക്കി ഞാൻ എങ്ങനെയൊക്കെ ജനറലിൽ അറബിക്കിനെ പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ നന്നായി ആലോചിച്ച് അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എനിക്ക് ഏതൊക്കെ വിഷയത്തിൽ ജനറലിൽ മാർക്ക് കുറയുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും എളുപ്പമുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. അന്ന് ഞാൻ നെറ്റ് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് നല്ലൊരു കുറച്ച് ടഫായ ടോപ്പിക് ആയിരുന്നു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ പലർക്കും എളുപ്പമായിരിക്കാം. ഓരോ വിഷയം എളുപ്പം ടഫ് എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വ്യത്യസ്തമാവും. എനിക്ക് പേഴ്സണലി ഏറ്റവും എളുപ്പമുള്ള വിഷയം ലോജിക്കൽ റീസണിങ് ആയിരുന്നു. എന്നാൽ ഏറ്റവും ടഫായിട്ട് അന്ന് ഫീൽ ചെയ്തിരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ICT-യുമായി അധികമായി ബന്ധപ്പെടാത്തത് കൊണ്ട് ICT കുറച്ച് ടഫായിരുന്നു. റീഡിംഗ് കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷിലേക്ക് ഞാൻ അധികം കടന്നു ചെല്ലാത്തത് കൊണ്ട് അന്ന് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എനിക്കുള്ള വീക്ക് പോയിന്റ്സ് എവിടെയൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി ആ ഏരിയയിൽ നന്നായി ബൂസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോഴിക്കോട് ഓഫ്ലൈനായിട്ട് ഒരു ക്ലാസ്സിന് പോയിരുന്നു ജനറൽ പേപ്പറിന്. കോഴിക്കോട് തന്നെ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ക്ലാസ് മറ്റൊരു സ്ഥലത്ത് ഉണ്ടെന്ന് കേട്ടപ്പോൾ അന്ന് ഞാൻ അവിടെയും പോയി. അതേ ഏരിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെയും പോയി. കാരണം എൻ്റെ ഒരു ലക്ഷ്യം അടുത്ത നെറ്റ് എക്സാമിൽ 2019 ജൂൺ എക്സാമിൽ JRF നേടണം. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ എനിക്ക് ടഫാണെന്ന് തോന്നുന്ന വിഷയം മാറ്റിവെക്കാതെ അതിലും കൂടെ മാർക്ക് നേടിയാലേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വീക്കായ ഏരിയകളിൽ നന്നായി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അധ്വാനിച്ചു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയ പഠനം നടത്തിയത് കൊണ്ട് അൽഹംദുലില്ലാ 2019 എൻ്റെ നെറ്റ് എക്സാമിന്റെ 3ാമത്തെ അവസരത്തിൽ JRF നേടാൻ സാധിച്ചു. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞത് അത്രത്തോളം ജനറൽ പേപ്പറിനും ഫസ്റ്റ് പേപ്പറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വരുന്ന ജൂണിനായിരിക്കും ഇൻഷാ അല്ലാഹ് നെറ്റ് എക്സാം നടക്കുക. നെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും 2 മാസമൊക്കെ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഒരു റൗണ്ട് തീരണം. എന്നിട്ട് 2ാം റൗണ്ടും 3ാം റൗണ്ടും എക്സാമിന്റെ മുൻപ് നമ്മൾ റിവിഷൻ നടത്തിയിരിക്കണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് മുന്നോട്ട് പോയാൽ, ഇപ്പോ എക്സാം നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് പലർക്കും ഒരു തണുപ്പായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് അവരൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് എക്സാമിന് പഠിക്കാൻ കൂടെ കിട്ടാനുള്ള കുറച്ച് ആൾക്കാർ മതി. എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ. അവരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നെറ്റ് എക്സാമിന് നമുക്ക് ആ ഒരു ആദ്യത്തെ 6% പെടണം. JRF-ന് ട്രൈ ചെയ്യുന്നവർ ആദ്യത്തെ 1% പെടണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ ആൾക്കാർ ഹാർഡ് വർക്ക് ഉണ്ട്, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഉറക്കമില്ല, ഫുഡും ഇല്ലാതെ ഇങ്ങനെ പഠിക്കും. പക്ഷെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെ പഠിക്കേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് പിക്ചർ അവർക്ക് തന്നെ ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് ഒരു പ്ലാനഡ് ആയിരിക്കണം. രാവിലെ എണീക്കുമ്പോൾ ഇന്ന ഏരിയകൾ നോക്കും. നമുക്ക് പ്രയാസമുള്ള ഏരിയകൾ, മനസ്സിൽ കൂടുതൽ മനഃപ്പാടമാക്കേണ്ട ഏരിയകൾ
രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കുന്നു. ഉച്ചക്ക് കുറച്ച് ക്ഷീണം വരുന്ന സമയത്ത് ഓൾഡ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നു. രാത്രി ഇന്ന ഏരിയ പഠിക്കുന്നു. അങ്ങനെ കറക്റ്റ് ഒരു ഷെഡ്യൂൾഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. നമ്മൾ എത്ര ബാക്കിലാണെങ്കിലും പ്രശ്നമല്ല. ഈ ഒരു ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. പ്രസീദ മാമിന്റെ ഡീറ്റെയിൽഡ് ആയ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ 2018 ജൂലൈയിൽ ആദ്യത്തെ നെറ്റ് എക്സാം എഴുതുമ്പോൾ സിലബസ് എന്താണെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ എക്സാമിന് പോയത്. 300 മാർക്കിൽ 108 മാർക്കായിരുന്നു. റിസൾട്ട് വന്ന അന്നാണ് സിലബസ് നോക്കി ഓൾഡ് ക്വസ്റ്റ്യൻ നോക്കി പഠനം തുടങ്ങിയത്. 2018 ഡിസംബറിൽ അൽഹംദുലില്ലാഹ് നെറ്റ് കിട്ടി. ആ നെറ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു നെറ്റ് കോച്ചിങ്, നിങ്ങളിൽ പലരും അതിന് അറ്റൻഡ് ചെയ്തവരായിരിക്കും, ഒരു നെറ്റ് കോച്ചിങ്ങിന് ഞാനും അറ്റൻഡ് ചെയ്തു. അന്ന് ആ കോച്ചിങ് അവസാനിക്കുന്ന ദിവസം ഒരു എക്സാം നടന്നു, മോഡൽ ടെസ്റ്റ്. ആ മോഡൽ ടെസ്റ്റിൽ 100 മാർക്കിനായിരുന്നു. 50 ക്വസ്റ്റ്യൻ ആണല്ലോ ജനറൽ പേപ്പർ. 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഒരു 400ഓളം പേര് അതിന് അറ്റൻഡ് ചെയ്തിരുന്നു. ആ 400 പേരിൽ എനിക്ക് ഏകദേശം ഒരു 10-15 സ്ഥാനം കിട്ടി. പക്ഷെ അത് ബാക്കിൽ നിന്നാണെന്നൊരു പ്രത്യേകത ഉണ്ട്. മുമ്പിൽ നിന്ന് 1-2 എന്നുള്ള സ്ഥാനമല്ല. ഏറ്റവും മാർക്ക് കുറഞ്ഞ ഒരു 20 ആൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് ഞാനായിരുന്നു. എക്സാമിന് വെറും 1 മാസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് കുറച്ചൊക്കെ പഠിച്ചു എന്ന് കരുതി സമാധാനത്തിരിക്കുമ്പോഴാണ് ഈ ഒരു റിസൾട്ട്. 400 പേരിൽ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 385 സ്ഥാനമൊക്കെ എനിക്കുണ്ടാവും. അതായത് 100-ൽ ഒരു 30 മാർക്ക് എങ്ങാനും ഉള്ളൂ അന്ന്. യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ അതുകൊണ്ട് അതോടുകൂടെ തളർന്ന് വീട്ടിലിരുന്നില്ല. നേരെ ഞാൻ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബസ് കയറിയത് കോഴിക്കോട് ഒരു ബുക്ക് സ്റ്റാളിലേക്കാണ്. അവിടെ പോയി നെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ പല ഓൾഡ് ക്വസ്റ്റ്യൻ അടങ്ങുന്ന ബുക്കൊക്കെ വാങ്ങി അന്ന് തന്നെ ഞാൻ എന്നോട് കൂടെ പഠിക്കുന്ന 2 പേരെ കോണ്ടാക്ട് ചെയ്ത് അന്ന് മുതൽ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അറബിക്ക് പല സമയങ്ങളിലും നോക്കും. നമ്മൾ 3 പേരും ജനറൽ നന്നായി വർക്കൗട്ട് ചെയ്യും. 1 മാസം. ആ 1 മാസം കൊണ്ട് അൽഹംദുലില്ലാഹ് ആ ഒരു വീക്ക് ഏരിയകൾ പലതും ഓവർകം ചെയ്ത് ആ പ്രാവശ്യം തന്നെ നെറ്റ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പോയിന്റ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥയിലാണെന്ന് NTA നോക്കുന്നില്ല. ഇന്നിപ്പോ ഫെബ്രുവരി 19 ജൂൺ മാസത്തിൽ അവർ എക്സാം നടത്തുമ്പോൾ നമ്മൾ എവിടെ എത്തി? ഇപ്പോൾ 0 ആണെങ്കിലും ഇന്ന് മുതൽ സിസ്റ്റമാറ്റിക് ആയി തുടങ്ങിയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറെ ക്ലാസ്സിന് പോയി എന്നിട്ട് നടന്ന ഒരു എക്സാമിൽ, എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്ത് നടന്ന എക്സാമിൽ 400-ൽ 380-385 റാങ്ക് കിട്ടിയ ഒരാൾക്ക് ആ പ്രാവശ്യം നെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്ത പ്രാവശ്യം JRF കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററായ, സത്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ യൂണിവേഴ്സിറ്റി ക്ലാസ്സിന് പോകുമ്പോൾ ഓരോ ഏരിയ അവിടെ ഇരിക്കുമ്പോഴാണ് സിലബസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആദ്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നാണ് കേൾക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അത് വിശ്വാസമായിക്കൊള്ളണമെന്നില്ല. ഞാൻ അന്ന് എനിക്ക് JRF കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ അന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞിരുന്നത്, അവിടെ നിന്ന് ഓരോ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ചില വിഷയങ്ങളൊക്കെ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുന്നത്. പക്ഷേ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടി നമുക്ക് കുറച്ച് ടഫാണെങ്കിലും അതൊക്കെ പഠിച്ചെടുക്കണം. ഞാൻ എൻ്റെ ഈ ഒരു സംസാരം നിർത്തുകയാണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് നോക്കണ്ട. ഇന്ന് മുതൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കട്ടെ. നമുക്ക്
നമ്മുടെ ലക്ഷ്യം നേടാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ഈവനിങ്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ നസ്രിൻ സാർ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഞാൻ സാറിന്റെ കുറച്ച് വാക്കുകൾ കടമെടുക്കുകയാണ്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിൽ പലരും ഇനിയൊരു അല്ലെങ്കിൽ അടുത്തൊരു എക്സാമിന്റെ പ്രിപ്പറേഷന്റെ ചൂടിലേക്ക് കടന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 90-95% ആളുകളുടെയും സ്റ്റാറ്റസ് ഇപ്പൊ നിൽക്കുന്നത് അവിടെയായിരിക്കും. നമ്മളിപ്പോഴും പ്രിപ്പറേഷന്റെ ഒരു ചൂട് പിടിച്ച സാധനത്തിലേക്ക് കടന്നിട്ടില്ല. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തൊട്ട് മുമ്പേ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്തത്, പുതിയൊരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ റിസൾട്ട്, മറ്റേതിന്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും വന്നിട്ടില്ല. പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നുള്ള ഒരു സാധനത്തിന്റെ അകത്ത് ഒരു ചൂട് വരാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ NTA എന്തെങ്കിലും പറയട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരായിരിക്കും നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും. എല്ലാവരും എങ്ങനെയാണെന്നല്ല, അല്ലാത്ത ആളുകളും ഉണ്ടാവും. പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ടാവും. ആൻസർ ക്യൂ ഒക്കെ വന്നിട്ട് അതിൽ പ്രതീക്ഷത്ര മാർക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് വീണ്ടും ഒരു പ്രിപ്പറേഷൻ ചൂടിലേക്ക് വന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും ഞാനൊരു മെജോറിറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ചൂടിലേക്ക് കടക്കാത്ത ആളുകളായിരിക്കും. രണ്ടാമത്തെ സാറ് പറഞ്ഞത് പേപ്പർ 1ന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത്. പേപ്പർ 2 വേണ്ട എന്നുള്ളതല്ല, എല്ലാ പേപ്പർ 1നും പേപ്പർ 2നും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് പേപ്പർ 1ന് കുറച്ചും കൂടി ആരാധകർ കൂടുതലായിരിക്കും. ആരാധകർ കൂടുന്നതിന്റെ കാരണമൊക്കെ നമ്മൾ എങ്ങനെയാന്നുള്ളത് പറയും. അപ്പം 2 കാര്യങ്ങളാണ് സാർ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുമ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷൻ കൊണ്ട് നിങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പ്രിപ്പറേഷന്റെ ചൂടിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ എത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, പേപ്പർ 1ന് എന്താണ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് നെറ്റ് എക്സാമിന് ഉള്ളത് എന്നുള്ള സംഭവം. അതുകൊണ്ട് തന്നെ എന്റെ സെഷൻ ഒരു 3 രീതിയിലായിരിക്കും പോവുക. ഒന്ന്, പേപ്പർ 1 എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത്. രണ്ടാമത്തത്, ഈ പേപ്പർ 1ൽ എന്താണ് ഉള്ളത് എന്നുള്ളത്. മൂന്നാമത്തത്, ഇത് എങ്ങനെയാ പഠിക്കുക എന്നുള്ളത്. ഈ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സെഷൻ മുമ്പോട്ട് പോവുക. എനിവേ നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം എന്താണ് പേപ്പർ 1, അതിന്റെ സ്ട്രക്ചർ എന്താ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മൂവിങ് പ്രിപ്പറേഷൻ ടാക്ടിക്സ് എന്ന് പറയും നമ്മൾ. അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. സാറ് പറഞ്ഞൊരു കാര്യത്തിൻ്റെ അത് ഞാൻ നോട്ട് ചെയ്തൊരു സംഭവം, ഒരുപാട് പഠിക്കുന്നുണ്ടാവും, ഒരുപാട് സമയം എടുത്ത് പഠിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ JRF ഒക്കെ കിട്ടിയ ആളുകൾ പഠിക്കുന്നതിനേക്കാൾ ഇരട്ടി സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ഒരുപാട് കണ്ടന്റ് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ അവരൊക്കെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നെറ്റിലേക്കോ JRF-ലേക്കോ ഒന്നും എത്താതെ പാതി വഴിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസൈഡ് സ്കോറിലേക്ക് എത്താതെ വീണു പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണും. അതിന് ഏറ്റവും വലിയൊരു പോരായ്മ അല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുള്ളത് ചിലപ്പം പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതായിരിക്കും. ഓക്കെ, എന്താണ് പഠിക്കേണ്ടത്, എന്താ പേപ്പർ 1ൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബാക്കി എല്ലാവരെക്കാളും ഒരു വിജിലന്റ് ആയിരിക്കും. പക്ഷെ അതെങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിന് കുറച്ച് സമയം കൊടുത്താൽ മതി, ഏതിന് കൂടുതൽ സമയം കൊടുക്കണം, എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം, എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണ്ട, എന്തൊക്കെ ബൈഹാർട്ട് പഠിക്കണം, എന്തൊക്കെ ബൈഹാർട്ട് പഠിക്കണ്ട, ഇങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ലാതെ ഒരു പരത്തിയൊരു പഠനമായിരിക്കും അവർ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവുക. അവിടെയാണ് ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 1നെ കുറിച്ചായതുകൊണ്ട് തന്നെ പേപ്പർ 1ന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ പോണം എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാതെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം, പിന്നെ ആക്കാം എന്നുള്ള രീതിയിൽ ഒരു മാറ്റി വെക്കല് വേണ്ട. അത് എത്ര ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. പേപ്പറിന്റെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെങ്കിലും സ്ട്രാറ്റജിയിലോ ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ വന്ന് അപ്പൊ തന്നെ ചോദിക്കാം. എനിവേ നോക്കാം, എന്താണ് ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എന്താണ് ഈ പ്രിപ്പറേഷൻ ടാക്ടിക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്. അല്ലെങ്കിൽ ഒരു ഫോക്കസ് അക്കാഡമിയുടെ കൂടെ ചേരുമ്പം നിങ്ങൾക്ക് എന്താണ് ഈ പേപ്പർ 1 കൊണ്ട് കിട്ടാൻ പോണത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു എന്താ പറയാ ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും, ആ സ്ട്രാറ്റജിയിലേക്ക് എത്താൻ നമ്മൾ എങ്ങനെയായിരിക്കും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവുക, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ സാധനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയ സംഭവം ഒന്നുമല്ല. നമ്മൾ പൊതുവെ ഇങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്, പേപ്പർ 1 പേപ്പർ 2നേക്കാൾ ടഫാണ്, അല്ലെങ്കിൽ പേപ്പർ 1 ഭയങ്കര എന്താ പറയുക സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഈ സെഷൻ കഴിഞ്ഞ് തീരുന്ന സമയത്ത്, ഇത് വൈൻഡപ്പ് ചെയ്യണ സമയത്ത് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കും പേപ്പർ 1ന്റെ ഇപ്പോഴുള്ള അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത്. ആ സമയത്ത് അതിനെക്കുറിച്ച് ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങുന്ന സമയത്ത് പേപ്പർ 1നെ കുറിച്ചുള്ള അതേ അഭിപ്രായമാണോ,
ഓറിയന്റേഷൻ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പേപ്പർ വണ്ണിനെ കുറിച്ചുള്ള ഒരു മനോഭാവം എന്നുള്ളത് എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക, മനസ്സിൽ വെക്കുക. എനിവേ നോക്കാം. ആദ്യം നമുക്ക് പേപ്പർ വണ്ണിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. എന്തതിനു മാത്രം ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ മാത്രം പേപ്പർ വണ്ണിൽ എന്താണ് ഉള്ളത് നോക്കാം. ഒന്നാമത് നസ്രുദ്ദീൻ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സക്സസിന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് ഈ പേപ്പർ വൺ എന്ന് പറയുന്നത്. കാരണം പേപ്പർ ടു ഒരു മഹാസമുദ്രമായിരിക്കും. അത് ഏത് പേപ്പർ ടു ആയാലും, അറബിക്കോ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ടോപ്പിക്കായാലും, ഏത് ഹ്യൂമാനിറ്റീസ് ടോപ്പിക്സ് നല്ല ഏത് പേപ്പർ ടു സബ്ജക്റ്റുകളും ഒരു കടലായിരിക്കും. കാരണം അതിലേക്ക് ടോപ്പിക്കുകൾ ആഡ് ചെയ്യാം, ഉള്ള ടോപ്പിക്കിന് എന്താ പറയാ മാറ്റങ്ങൾ വരാം. അങ്ങനെ പല പല എന്താ പറയാ എങ്ങനെ വേണമെങ്കിലും ചോദ്യം NTA-ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത് പേപ്പർ ടു എന്ന് പറയുന്നത്. അതിന് പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ മൊഡ്യൂൾസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് പലപ്പോഴും ടോപ്പിക്കുകളായിട്ട് വരാറുണ്ട്. പക്ഷെ പേപ്പർ വണ്ണിന് ഈ പ്രശ്നമൊന്നുമില്ല. അത് കടലൊന്നുമല്ല, അതൊരു ചെറിയൊരു അരുവിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനകത്ത് വളരെ കുറച്ച് കണ്ടന്റുകളെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ചെറിയ ചട്ടക്കൂടിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന സാധനമായിരിക്കും. അവിടെ നിങ്ങൾ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് കാണും, ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കാണും, ഒരേ ചോദ്യങ്ങൾ തന്നെ പല രൂപത്തിൽ ചോദിച്ചത് കാണും. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പേപ്പർ വണ്ണിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സക്സസിന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിട്ടാണ് പേപ്പർ വണ്ണിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ അതൊരു കോമൺ പേപ്പർ ആണ് എല്ലാ സബ്ജക്റ്റുകാർക്കും. നിങ്ങൾ ഏത് പേപ്പർ ടു ആയിക്കോട്ടെ, ആ പേപ്പർ ടുവിനെല്ലാം ഉള്ള ഒരു കോമൺ പേപ്പർ, എല്ലാവരും എഴുതേണ്ട നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു പേപ്പറാണ് ഈ പേപ്പർ വൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതുന്ന സമയത്ത് അറബിക്കിന് കിട്ടുന്ന അതേ പേപ്പർ വൺ ആണ് ഇംഗ്ലീഷിന് കിട്ടുക, അതേ പേപ്പർ വൺ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മലയാളത്തിന് കിട്ടുക, അതേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഹിന്ദിക്ക് കിട്ടുക എന്നുള്ളതല്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ സിലബസ് സെയിം ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും സിലബസ് സെയിം ആയിരിക്കും പേപ്പർ വണ്ണിന്, ഏത് പേപ്പർ ടുക്കാർക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോമൺ പേപ്പർ ആയിട്ടാണ് പേപ്പർ വണ്ണിനെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് അതിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ്. കാരണം നമ്മൾ ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് പേപ്പർ വണ്ണിനെ സംബന്ധിച്ച് ആരുമായിട്ടായിരിക്കില്ല, നമ്മുടെ പേപ്പർ ടു എഴുതുന്ന ആൾക്കാരുടെ സ്കോർ ആയിട്ട് മാത്രമായിരിക്കില്ല, ബാക്കിയുള്ള എല്ലാവരുമായിട്ടും. അതായത് ഇപ്പം പേപ്പർ വണ്ണിന്റെ ഒരു ഐഡിയൽ സ്കോർ എന്നൊക്കെ പറയുന്നത് 40-45 ചോദ്യങ്ങൾ ശരിയാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ 40-45 ചോദ്യങ്ങൾ ശരിയാവുക എന്ന് പറയുമ്പം എല്ലാ പേപ്പറുകാരും എഴുതുന്ന പേപ്പർ വണ്ണാണത്. അപ്പൊ അങ്ങനെ ഒരു കോമൺ പേപ്പർ ആണ് എന്നുള്ള ഒരു എളുപ്പം, ഒരു സുഖം എവിടെ ഉണ്ടാവും? ഈ പേപ്പർ വണ്ണിൽ ഉണ്ടാവും. അത് എന്ത് തരത്തിലുള്ള ഈസിനെസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയും. ഇനി റിലേറ്റീവ്ലി ഈസിയർ ടു സ്കോർ ഹൈ, അതായത് പേപ്പർ ടുവിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് പേപ്പർ വൺ. പേപ്പർ ടുവിനേക്കാൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പേപ്പർ വണ്ണിനെ പറയാം. കാരണം പേപ്പർ ടു നേരത്തെ പറഞ്ഞ ഒരു കടലായിരിക്കും. അതിൽ നിന്ന് മുങ്ങിത്തപ്പി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പം ഒരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനുള്ളിൽ പഠിച്ചു തീർന്നിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ചിലപ്പം എവിടെ ചോദിക്കാം? പേപ്പർ ടുവിൽ ചോദിക്കാം. എന്തും ചോദിക്കാം. പേപ്പർ ടു അറബിക്കോ ഇംഗ്ലീഷോ വട്ടെവർ ഇറ്റ് ഈസ്, ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ചോദിക്കാം. ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതൊന്നും ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. പേപ്പർ വണ്ണിന് പക്ഷെ അങ്ങനെയല്ല. അതൊരു ചട്ടക്കൂട്ടിനൊന്നും തിരിഞ്ഞു കളിക്കും. നമുക്ക് ഓൾറെഡി ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ സാധനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യന്റെ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പഠിക്കാനും സ്കോർ ചെയ്യാനും എളുപ്പം പേപ്പർ വൺ ആണ്. അതുകൊണ്ടാണ് പേപ്പർ വണ്ണിന് ഇത്രയും ആരാധകരുള്ളത്. അഥവാ പേപ്പർ ടുവിന് ഒരു ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയാൽ പോലും നമുക്കത് എവിടെ മേക്കപ്പ് ചെയ്ത് എടുക്കാം, പേപ്പർ വണ്ണിൽ മേക്കപ്പ് ചെയ്ത് എടുക്കാം എന്ന് പറയുന്ന ഒരു സാധനം, ആ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പേപ്പർ വണ്ണിനെ ആരും വേണ്ടാന്ന് വെക്കുവോ, അല്ലെങ്കിൽ ഞാൻ പേപ്പർ ടുവിന് സ്കോർ ചെയ്തോളാം, ഞാൻ പേപ്പർ ടുവിൽ പുലിയാണ്, പേപ്പർ വണ്ണിൽ ഞാൻ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആരും നെറ്റ് കിട്ടണം, ജാർഫ് കിട്ടണം എന്നുള്ളൊരു ഐഡിയയിൽ ജീവിക്കുന്ന ഒരാളും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും പേപ്പർ വണ്ണിനെ മാറ്റി നിർത്തൂല. അതിന് കാരണം അതാണ്. അത് ഈസിയാണ് സ്കോർ ചെയ്യാൻ മറ്റേതിനേക്കാളേറെ. ഇവിടെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മറ്റേത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പേപ്പർ ടു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണ് കാണാം. 3-4 എക്സാംസ് ഒക്കെ കൂടി വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും റിപ്പീറ്റ് ചെയ്താലായി. പക്ഷെ പേപ്പർ വണ്ണിന് അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് പോലും ടോപ്പിക്കും ക്വസ്റ്റ്യനും ഒക്കെ അതേ കോലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പേപ്പർ വൺ എന്നുള്ളത്. ഇത് തന്നെയാണ് പേപ്പർ വണ്ണിന് ആരാധകർ കൂടാനും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന സാധനം. ഈസി ആണ് അത് എന്നുള്ളൊരു സാധനം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സിലബസിന്റെ കോലം എങ്ങനെയാണ്, അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. 50 ചോദ്യങ്ങളാണ് പേപ്പർ വൺ എന്ന് ചോദിക്കുക. പേപ്പർ ടു 100, പേപ്പർ വൺ 50, അങ്ങനെ 150 എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക്. അതിൽ 150 ചോദ്യങ്ങളിൽ 50 ചോദ്യങ്ങളും പേപ്പർ വണ്ണിൽ നിന്നുള്ളതായിരിക്കും. ഒരു ചോദ്യം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് NTA തരിക. നിലവിൽ ഇതുവരെ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് NTA ഒരു നോട്ടിഫിക്കേഷനും ഇറക്കാത്തത് കൊണ്ട്, ഇതുവരെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് പറയാത്തത് കൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇപ്പോഴില്ല.
ഞാൻ മനസ്സിലാക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം അടുത്തൊരു എക്സാമിന് ഉണ്ടെങ്കിൽ ഒരു ഇപ്പോഴേ പറയേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത എക്സാമിനും നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, നെഗറ്റീവ് മാർക്ക് അതന്നെ അതിന്റെ ഒരു വലിയൊരു സുഖമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല നെറ്റിന് എന്നുള്ളത് തന്നെ അതിന്റെ ഒരു ടഫ്നെസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുമെങ്കിൽ പോലും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ 2 മാർക്കാണ് ഒരു ചോദ്യത്തിന് കിട്ടുക. 50 ചോദ്യങ്ങൾ പേപ്പർ 1-ൽ നിന്ന് ചോദിക്കും. അപ്പൊ ഈ 50 ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും? പേപ്പർ 1-ന് പേപ്പർ 2-നൊക്കെ തരുന്നത് പോലെ കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. പേപ്പർ 2 പക്ഷെ ആഴത്തിൽ ചോദിക്കും. പേപ്പർ 1-ന് അത്ര ആഴമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. പേപ്പർ 1-ൽ 10 മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. ഓക്കെ, 10 മൊഡ്യൂളുകൾ ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതം. 10 മൊഡ്യൂളാണ് ഉണ്ടാവുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതം. അങ്ങനെയാണ് ഈ 50-ന്റെ കണക്ക്. 10 × 5 50 ചോദ്യങ്ങൾ. ഒരു ചോദ്യം ശരിയായാൽ 2 മാർക്ക് കിട്ടും. നിലവിൽ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 50 ചോദ്യങ്ങളുടെ ഒരു മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 മൊഡ്യൂൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ കാണുക എന്നുള്ളതാണ്. 10 മൊഡ്യൂളുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കാണാം, നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കാണാം, ഹയർ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റ്, ICT, കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, കോംപ്രഹെൻഷൻ. ഇങ്ങനെ 10 മൊഡ്യൂളുകളായിട്ട് സ്ട്രക്ചർ ചെയ്ത പേപ്പർ 1-ന്റെ സിലബസ്. ഈ 10 മൊഡ്യൂളിന് നിങ്ങൾക്ക് ക്ലാസ് വിട്ടിട്ടോ. 10 മൊഡ്യൂളിനും സിലബസ് ഉണ്ട്. 10 മൊഡ്യൂളിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസ് ഉണ്ടാവും. 10 മൊഡ്യൂളിനും ക്വിസുകളും സംഭവങ്ങളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നടക്കും. അതൊക്കെ അങ്ങനെ പോകും. കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകും. അപ്പം ഈ മൊഡ്യൂളിന്റെ ഒക്കെ ഒരു ഈസി ടഫ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ അതിനെ ഒന്ന് കാറ്റഗറി ആക്കണ സമയത്ത് ഈസി ടഫ് എന്നുള്ളതൊക്കെ നിർണ്ണയിക്കുന്നത് ഓരോരുത്തരും അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അനുസരിച്ചാണ്. പക്ഷെ എന്നാലും ഞാൻ അതിന്റെ ഒരു സ്ട്രെങ്ത് പറയുന്ന സമയത്ത്, അതിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു ഡെപ്ത് പറയുന്ന സമയത്ത്, നമ്മൾ പൊതുവെ നെറ്റോ JRF-ന്റെ എക്സാം എഴുതുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് 2 ഉത്തരങ്ങളുണ്ട്. ഇത് വെറുതെ വഴി കൂടെ നടന്നു പോകുന്ന സമയത്ത് എന്നാ പിന്നെ നെറ്റ് എഴുതിക്കളാം എന്ന് വിചാരിച്ച് നെറ്റ് എഴുതുന്നവരല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ടീച്ചർ ആവുക, അത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസർച്ച് പേഴ്സൺ ആയിട്ട് മാറുക, റിസർച്ച് സ്കോളർ ആവുക, റിസർച്ച് ചെയ്യുക, PhD ചെയ്യുക. ഈ 2 സാധനങ്ങളിലേക്കാണ് നമ്മൾ നെറ്റ് JRF എഴുതാറുള്ളത്. ഓക്കെ, ഒന്നുകിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക, അല്ലെങ്കിൽ നമ്മളൊരു PhD സ്കോളർ ആവുക എന്നുള്ള സംഭവം. ഈ 2 സ്വപ്നങ്ങൾ വെച്ചാണ് നമ്മൾ ഈ എക്സാം എഴുതുക. അതുകൊണ്ട് തന്നെ നെറ്റിന്റെ പേപ്പർ 1-ലുള്ള 10 മൊഡ്യൂളുകളിൽ 2 മൊഡ്യൂളിൽ ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, ഒന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഈ 10 മൊഡ്യൂളിൽ ഭയങ്കര ആഴത്തിൽ ചോദ്യം വരാറുള്ള 2 ഏരിയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 10 മൊഡ്യൂളിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ആഴത്തിൽ തിയറി ബേസ്ഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ എന്തും വരാൻ സാധ്യത, ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചതിനും അപ്പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കേണ്ട 2 ടോപ്പിക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. എന്നാലും വളരെ റെയർ ആണ്. ഭയങ്കര പേപ്പർ 2-ലൊന്നും ചോദിക്കുന്നത് പോലെ ഒട്ടും പഠിക്കാത്ത സാധനങ്ങളൊന്നും ചോദിക്കൊന്നുമില്ല. നമ്മൾ പഠിച്ച എന്തെങ്കിലും കണക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു സിലബസും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കവറപ്പ് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ അതിന്റെ ഒരുവിധം എല്ലാ ഏരിയയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ തിയറി ബേസ്ഡ് ആയിട്ട് കുറച്ച് ആഴത്തിൽ ചോദ്യം ചോദിക്കുന്ന 2 ഏരിയ ടീച്ചിങ്ങും റിസർച്ചും ആണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ആവുകയും റിസർച്ച് സ്കോളർ ആവുകയും ഇത് രണ്ടുമാണ് നമ്മൾ ഈ എക്സാം പാസ് ആയി കഴിഞ്ഞാൽ ആവാൻ പോണ 2 മേഖല, എത്താൻ പോണ 2 മേഖല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ 2 മേഖലയിൽ എത്ര സ്കിൽ ഉണ്ട്, എബിലിറ്റി ഉണ്ട് എന്നുള്ളത് അളക്കൽ ആ എക്സാമിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളുടെ ആഴം അതിൽ അങ്ങനെ പോകുന്നത്. പിന്നെയുള്ളത് ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ, എൻവയോൺമെന്റ്, ICT, ഈ 3 ടോപ്പിക്കുകളാണ്. ഈ 3 ടോപ്പിക്കുകളെ നമുക്കൊരു കുടുംബമാക്കാം. ടീച്ചിങ് റിസർച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള എന്ന് വിചാരിച്ച് ടീച്ചിങ്ങും റിസർച്ചും മാത്രം പഠിച്ചിട്ട് പോകരുത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ മറ്റു പല മൊഡ്യൂളിൽ നിന്നായിരിക്കും ചോദിക്കുക. ടീച്ചിങ്ങിന് 5 ചോദ്യം, റിസർച്ചിന് 5 ചോദ്യം, അങ്ങനെ ഓരോന്നും 5 ചോദ്യം. അപ്പൊ ഒന്ന് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ 2 മൊഡ്യൂൾ മാത്രമേ പഠിക്കുന്നുള്ളൂ, എനിക്ക് ഇന്ന മൊഡ്യൂളാണ് ഈസി അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ, അങ്ങനെയൊന്നും വിചാരിച്ച് ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് 10 മൊഡ്യൂളും പഠിക്കണം. 10 മൊഡ്യൂളും പഠിക്കൽ അത്ര ശ്രമകരമായ ബാലികേറാമലയൊന്നും അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പൊ ടീച്ചിങ് റിസർച്ച് നമ്മൾ ഒരു സെറ്റാക്കി അവിടെ വെച്ചു. അത് കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട സാധനമാണ്, മനസ്സിരുത്തി പഠിക്കേണ്ട സാധനമാണ്, അപ്ലിക്കേഷൻ ലെവലിൽ സാധനങ്ങൾ ചോദിക്കുന്ന സംഭവമാണ് ഉള്ളതുകൊണ്ടാണ് അതിനങ്ങ് മാറ്റിവെച്ചത്, അല്ലെങ്കിൽ അതിനൊരു സെറ്റാക്കിയത്. ഇനിയുള്ള ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെന്റ്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ICT, ഈ 3 മൊഡ്യൂളുകളെ നമ്മൾ വേറൊരു സെറ്റാക്കും. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. ഈ സ്പീഡ് ഓക്കെ ആണോ? നിങ്ങൾ ഉറങ്ങിയോ രാത്രി? ഓക്കെയാണ്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ.
ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെന്റ്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ICT, ഈ 3 സെറ്റിനെയും അല്ലെങ്കിൽ ഈ 3 മൊഡ്യൂളുകളെയും ഞാൻ ഒരു സെറ്റ് ആക്കാൻ ഉണ്ടായ കാരണം ഇത് 3ഉം GK ചോദ്യങ്ങൾ കൂടുതലും വരാറുള്ള ഏരിയ ആണ്. 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു മൊഡ്യൂളിൽ നിന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 5ഉം GK ആവാനൊക്കെ സാധ്യതയുള്ള മൊഡ്യൂളുകളാണ് ഈ 3ഉം. ഈ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെന്റിൽ ചോദിക്കുക ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വന്ന പുതിയ മാറ്റങ്ങള്, പുതിയ പ്രോജക്റ്റുകള്, പുതിയ പോളിസികള്, NEP എന്താണ്, അതേപോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 1-2 എക്സാമിലായിട്ട് അവസാനം കഴിഞ്ഞ 2 എക്സാമുകളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് 5 ഇയർ പ്ലാൻസ് ചോദിക്കുന്നു എന്നുള്ളതാണ്. 5 ഇയർ പ്ലാൻസ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതിന് മുമ്പത്തെ 2 എക്സാമിന് കുറെ കാലങ്ങളായിട്ട് ചോദിക്കാത്ത ഒരു ടോപ്പിക്കായ 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി നെഹ്റുവിന്റെ, അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിവേ ഇത്തരം സാധനങ്ങൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ പോളിസികളെ കുറിച്ച്, ഗവൺമെന്റ് പ്രോജക്റ്റുകളെ കുറിച്ച്, ദെൻ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളെ കുറിച്ച്, ഭരണ സംവിധാനത്തെ കുറിച്ച്, ലോക്സഭയെ കുറിച്ച്, രാജ്യസഭയെ കുറിച്ച് പോലെയുള്ള അത്തരം സാധനങ്ങൾ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഭരണ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ത് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെന്റ് എന്നുള്ള സാധനം. അപ്പം ആ ഒരു മൊഡ്യൂളിന്റെ അകത്തുനിന്ന് കൂടുതലും റീസെന്റ് ആയിട്ട് നടന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. അതൊരു കൈൻഡ് ഓഫ് GK ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതും തന്നെ GK എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം GK അല്ലെങ്കിൽ ഒരു ജനറൽ നോളജ് ആസ്പെക്ടിൽ പഠിച്ചിട്ടാണ് പോയെന്ന് വെച്ചാൽ അല്ല. അതിന് പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്, സിലബസിലുള്ളതും ചോദിക്കാറുണ്ട്. ആ സിലബസിലുള്ള സാധനത്തിനും GK ഒക്കെ പുതിയ സാധനങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ചോദ്യം വരാറുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്തും ക്ലാസ്സുകൾ നമ്മൾ ടോപ്പിക് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിന്റെ ചോദ്യം വരുന്നത്, എന്താ അതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് രീതിയിൽ ഇതിനെ പഠിച്ചു പോകണം എന്നുള്ള സംഭവം. നമ്മൾ PSCക്കൊന്നും പഠിക്കണ മാതിരി നിരത്തി ഒരു GK പഠനം ഒന്നും നെറ്റിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ 3 ടോപ്പിക്കിലും GK ഉണ്ടെങ്കിൽ പോലും നിരത്തി PSCക്കൊന്നും പഠിക്കുന്ന പോലെ എല്ലാം GK പഠിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും പേപ്പർ ഇരുന്ന് കുത്തി മറിഞ്ഞ് വായിച്ച് പഠിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും നെറ്റിന് ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. GK എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതില്ല. ഇനി പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ട് പരിസ്ഥിതി പഠനത്തിൽ പഠിച്ചില്ലേ, സ്കൂളിൽ പഠിച്ച പരിസ്ഥിതി പഠനം പഠിച്ച അല്ലെങ്കിൽ ജോഗ്രഫിയിലൊക്കെ പഠിച്ച സാധനങ്ങൾ അതൊക്കെ ഇതിൽ ടോപ്പിക്കായിട്ട് ചോദിക്കും. അതേപോലെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ എടുത്തിട്ടുള്ള നിയമങ്ങള്, പ്രോജക്റ്റുകള്, പോളിസികള്, UN എടുത്തിട്ടുള്ള നിയമങ്ങള്, പോളിസികള്, പൊല്യൂഷൻ പോലെയുള്ള സാധനങ്ങള്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചുള്ള സംഭവങ്ങൾ, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പോളിസികൾ, നിയമ സംവിധാനത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ആസ്പെക്റ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അതിന്റെ ഒരു മെജോറിറ്റിയും പണ്ട് നമ്മൾ പരിസ്ഥിതി പഠനത്തിൽ പഠിച്ച സാധനമാണ്, എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പഠിച്ച സാധനമായിരിക്കും കൂടുതലും വരാറുള്ളത്. പിന്നെ ICT ആണ് കുറച്ചും കൂടി പുതിയൊരു ഏരിയ എന്ന് പറയുന്ന സാധനം. അതായത് റീസെന്റ് ആയിട്ട് വന്ന AI ടെക്നോളജി പോലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ള ഒരു മേഖലയാണ് ICT എന്ന് പറയുന്നത്. പുതിയ സാധനങ്ങൾ ചോദിക്കും. ഓക്കെ, ഫേസ്ബുക്കിനെ കുറിച്ച്, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച്, മെസ്സഞ്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ ബ്ലൂടൂത്തിനെ കുറിച്ച്, പുതിയ AI ടെക്നോളജിയെ കുറിച്ച്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് ICT ആപ്ലിക്കേഷൻ വരുന്നത്, ICT ആപ്ലിക്കേഷനിലെ ഗവൺമെന്റൽ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, വിർച്വൽ റിയാലിറ്റി എന്തൊക്കെയാണ്, അത്തരം പുതിയ IT ടെക്നോളജിയെ കുറിച്ച്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ് ICTന്റെ ഫുൾ ഫോം. അത് ചോദിക്കുന്ന ഏരിയയാണ് ICT. ഏറെക്കുറെ 3 ടോപ്പിക്കുകളും GK പരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. എന്നാലും 1-2 ചോദ്യങ്ങളൊക്കെ സിലബസിൽ നിന്നും വരാറുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് 2 ചോദ്യങ്ങളൊക്കെ അല്ലേ ഇതിന്റെ അകത്ത് സിലബസിന് വരാറുള്ളൂ, സിലബസ് നോക്കാതെ പോവുകയും ചെയ്യരുത്. സിലബസിന്റെ എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറയും. പിന്നെയുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മൊഡ്യൂളുകളിൽ ഒരു പാവം മൊഡ്യൂളാണ് ഈ കമ്മ്യൂണിക്കേഷൻ. വളരെ പാവമാണ്, വളരെ പഠിക്കാറുള്ളൂ. അതിനകത്ത് വളരെ കുറഞ്ഞ സാധനങ്ങളെ പഠിക്കാറുള്ളൂ, കുറച്ച് തിയറികളെ പഠിക്കാനുള്ളൂ. നമുക്ക് എന്താ പറയാ, നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ കമ്മ്യൂണിക്കേഷനിൽ വരാറുള്ളൂ എന്നുള്ള സാധനമാണ്. പിന്നെ 1-2 തിയറികളും 1-2 ആളുകളെയൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ടാവും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ലാത്ത വളരെ പാവം ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. ഉള്ളതിൽ ഏറ്റവും ചെറിയ മൊഡ്യൂളാണ്, പഠിക്കാൻ എളുപ്പമുള്ളതാണ്, ആൻസർ ചെയ്യാൻ എളുപ്പമുള്ള മൊഡ്യൂളുകളിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം. എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, സെൻഡർ ആരാണ്, റിസീവർ ആരാണ്, ഡീകോഡിംഗ് എന്താണ്, എൻകോഡിംഗ് എന്താണ്, അരിസ്റ്റോട്ടിൽ അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്, അതിന്റെ ഒരു ലീനിയാരിറ്റി എങ്ങനെയാ പോകുന്നത്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് പറയുന്ന കുറെ സാധനങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക. ഇത് ചിലപ്പോൾ പണ്ട് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതല്ല ഒരാൾക്കും. ഇതുവരെ കമ്മ്യൂണിക്കേഷൻ ടഫ് ആണെന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, കാരണം അത് അത്രയും എളുപ്പമായതുകൊണ്ടാണ്. ഇനി ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത്
അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ പലപ്പോഴും ലോജിക് ഒന്നുള്ള സാധനങ്ങളൊന്നല്ല. അത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനെ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അത്രയും ചെറുതല്ലെങ്കിലും പക്ഷെ ബാക്കി മൊഡ്യൂളുകളുടെ വ്യാപ്തി ഒന്നും ലോജിക്കൽ റീസണിങ്ങിന് പൊതുവേ ഇല്ല. കാരണം ചോദിച്ചു തന്നെ പിന്നെയും ചോദിക്കുക, അതിന്റെ അതേ സ്ട്രക്ചറിൽ തന്നെ പിന്നെയും ചോദ്യങ്ങൾ ആവർത്തിക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് കാണും. പൊതുവെ പറയാറുണ്ട്, കുട്ടികൾ പറയാറുള്ള ഒരു സാധനം, ഒരു 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 നിലയ്ക്കും തലയിൽ കയറാത്തൊരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയാറുണ്ട്. പക്ഷെ വൺസ് നമ്മൾ അതിനെ മനസ്സിരുത്തി പഠിച്ച ഒരു 1, 2, 3 ദിവസം ലോജിക്കൽ റീസണിങ്ങിൽ മാത്രം ഇരുന്ന് പഠിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഒരു 3 ദിവസം അടുപ്പിച്ച് അതിൻ്റെ അകത്ത് ഇരുന്ന് അതിന്റെ ഇതെങ്ങനെയാ വരിക എന്നുള്ള സാധനങ്ങളൊക്കെ ഐഡിയ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തോന്നും ആ 10 മൊഡ്യൂളിലും ഏറ്റവും ഈസിയുള്ള മൊഡ്യൂളാണ് ലോജിക്കൽ റീസണിങ് എന്ന് തോന്നും. ആദ്യത്തെ ഒരു എൻകൗണ്ടറിലൊന്നും അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടൂല. പക്ഷെ 2-3 ദിവസം അതിലേക്ക് എന്ന് പറഞ്ഞ് മെനക്കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് തോന്നും ബാക്കിയുള്ള മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും ഈസി. കാരണം വൺസ് അതിന്റെ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല. ആ തിയറി വെച്ച് ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക എന്നുള്ള ഫാലസി ആയിക്കോട്ടെ, വട്ടെവർ ഇറ്റ് ഈസ്, അതിലെ ടോപ്പിക്കുകളൊക്കെ വൺസ് അതിന്റെ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ ഒന്നാണ്. ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷനെയും മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ സെറ്റ് ആയിട്ട് എടുക്കാം. കാരണം അത് രണ്ടും മാത്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. പൊതുവെ മാത്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് പേടിയാണ് എല്ലാവർക്കും. കാരണം മാത്സിനെ ഒട്ടും ഇഷ്ടമില്ലായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ മാത്സിനെ 10ാം ക്ലാസ്സിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ടാവാം. ഓക്കെ, അതിലുള്ള സാധനങ്ങളൊന്നും പിടിക്കായിട്ട്, അതിലുള്ള സാധനങ്ങൾ നമുക്കൊരു നടക്കി പോവായിട്ട് അതിനെ 10ാം ക്ലാസ്സിൽ ഉപേക്ഷിച്ച് വന്നവരായിരിക്കും ഞാനടക്കം കേട്ടോ. അതിനിഷ്ടമല്ലായിട്ട്, അതിനെ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റാത്തൊരു ചങ്ങാതിയാണെന്ന് മനസ്സിലാക്കി മാത്സിന് അവിടെ വെച്ച് വന്നവരായിരിക്കും. പൊതുവെ പറയാറുണ്ട് നെറ്റിന് ചോദിക്കുന്ന മാത്സ് 10ാം ക്ലാസ് വരെയുള്ള മാത്സിന്റെ ബേസിലാണ് ചോദിക്കുക എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ഏറ്റവും സുഖമുള്ള ഏർപ്പാടെന്ന് പറഞ്ഞാൽ 10 വരെ പഠിച്ച എല്ലാ മാത്സും അവിടെ വേണ്ട എന്നുള്ളതാണ്. 10 വരെ പഠിച്ച ഒരു മാത്സും അവിടെ വേണ്ട. നെറ്റിന് ചോദിക്കുന്ന മാത്സ് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഒരു എന്താ പറയുക, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാനോ ഒരു റിസർച്ച് സ്കോളർ ആവാനോ പോകുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ബേസിക് മാത്തമാറ്റിക്സ് മാത്രമേ നെറ്റിന് ചോദിക്കാറുള്ളൂ. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, കലണ്ടർ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, ദൂരവും ഡിസ്റ്റൻസ് ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതായത് നമ്മളൊരു അപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ നമ്മളൊരു തോട്ട് പ്രോസസ്സ് മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നെറ്റിന് ചോദിക്കാറുള്ളൂ. 10 വരെ പഠിച്ച എല്ലാ മാത്സും ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും നെറ്റിന് പോണില്ല. എനിക്ക് അതും പഠിക്കാനാവല്ലേ, മാത്സ് തീരെ ഇഷ്ടമല്ലായിട്ടായിരിക്കും നമ്മൾ വന്നിണ്ടാവാം. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിനേക്കാൾ വലിയ മാത്സ് എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് നിർത്തി ഒഴിവാക്കി പോവൊന്നും വേണ്ട. കാരണം നമുക്ക് എഴുതാനുള്ളത് വെറും 5 ചോദ്യങ്ങളുടെ ഉത്തരം മതി. ഓക്കെ, 10ാം ക്ലാസ് വരെയുള്ള മാത്സ് മൊത്തം നമുക്ക് വേണ്ട. അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഏരിയ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് നെറ്റിന് പഠിക്കാൻ. അതിൽ തന്നെ വെറും 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതാനുള്ള സാധനം മാത്രം മതി നമുക്ക്. മാത്സ് മൊത്തം പഠിച്ച് അരക്കി കളക്കി കുടിച്ച് മാത്സിൽ പണ്ഡിതന്മാരാവാൻ വേണ്ടി പോവല്ല നമ്മള്. വെറും 5 ചോദ്യങ്ങൾ ശരിയാവാനുള്ള സാധനങ്ങൾ മാത്രം, അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ മാത്സ് ഒരു ബേർഡൻ ആയിട്ടൊന്നും നെറ്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ മാത്സിൽ എന്തെങ്കിലും വലിയ സംഭവം ആയതുകൊണ്ട് നല്ല, എനിക്ക് മാത്സുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് മാത്സുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അവിടെയും ഈ നെറ്റിന്റെ മാത്സുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. കൂട്ടാനും കുറയ്ക്കലും മാത്രമേ കൊമേഴ്സിൽ ചെയ്യുന്ന പരിപാടികളുള്ളൂ. ഇവിടെ അതൊന്നല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്സ് എന്ന് പറയുന്ന സാധനം ഞാനും പഠിച്ചത് നെറ്റിന് വേണ്ടിയാണ്. ആദ്യം നമുക്കിത് തീരെ ദഹിക്കാത്തൊരു സാധനമായിരുന്നു. പിന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കൂടെയുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ പഠിച്ചൊരു ടോപ്പിക്കാണ് മാത്സ്. പക്ഷെ നമുക്ക് വൺസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ തോന്നും, നമുക്കതിങ്ങനെ ഉത്തരത്തിലേക്ക് എത്താനുള്ള നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. ഓക്കെ, ആ പഠിക്കുന്ന ഒരു ആസ്പെക്റ്റിൽ അതിന്റെ ഒരു ഫേസിൽ നമുക്ക് അതിനൊരു ഇഷ്ടം തോന്നും. അത്ര മാത്രമേ നെറ്റിന്റെ മാത്സിൽ ചോദിക്കുന്നുള്ളൂ. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോൾ മാത്സിന്റെ അത്ര പോലും ബുദ്ധിമുട്ട് ആ ചങ്ങാതി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, ആ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. ആ ടേബിളിലുള്ള ഡാറ്റ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്ത് അതിന്റെ ഉത്തരവും കിട്ടും. ഓക്കെ, മാത്സിൽ പിന്നെ ചോദ്യം ഉണ്ടാവുക, ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കണം. ഡാറ്റയിലേക്ക് വരുന്ന സമയത്ത് കൂട്ടാനും ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലായാൽ മതി. അത് വെച്ചിട്ട് ടേബിളിനകത്തുള്ള ഡാറ്റയെ കൂട്ടുകയും കുറയ്ക്കുകയും ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്തുന്ന സാധനമാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അറിയേണ്ടത്, നന്നായിട്ട് കൂട്ടാനും നന്നായിട്ട് കുറയ്ക്കാനും നന്നായിട്ട് ഗുണിക്കാനും നന്നായിട്ട് ഹരിക്കാനും പഠിക്കണം എന്നുള്ളതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ എല്ലാ മൊഡ്യൂളുകളിലും പറയുന്നത് പോലെ ചോദ്യം വായിച്ച ചോദ്യകർത്താവ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജും വേണം. അപ്പം
നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെറ്റിന്റെ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് മനസ്സിലാക്കുക. പേപ്പർ 1 ഭയങ്കര ഭീകരമാണ് എന്നുള്ളത് കൊണ്ട് പേപ്പർ 1 മാറ്റി നിർത്തുകയോ നെറ്റ് കിട്ടൂല എന്ന് തീരുമാനിക്കുകയോ ചെയ്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ആ തീരുമാനത്തെ ഇപ്പൊ തന്നെ എടുത്തു കളയുക. ഓക്കെ, ഇനി അവസാനത്തെ മൊഡ്യൂളാണ് കോംപ്രഹെൻഷൻ. നേരത്തെ നസ്രുൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷുമായിട്ട് വലിയ തഴക്കം ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ സാറിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഏരിയ ആയിരുന്നു എന്നുള്ളത്. അത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. ഇംഗ്ലീഷുകാരെ അല്ലാത്തവരൊക്കെ പറയാറുള്ള ഒരു അല്ലെങ്കിൽ ഇംഗ്ലീഷുമായിട്ട് അത്ര ടച്ച് ഇല്ലാത്ത ആളുകളൊക്കെ പറയാറുള്ള ഒരു ഏരിയ ആണ് കോംപ്രഹെൻഷൻ. മനസ്സിലാക്കൽ, അതായത് ഒരു ആ ടൈമിനകത്ത് അതിനെ വായിച്ച് അറിയാത്തോണ്ടൊന്നും ആയിരിക്കില്ല. ആ 3 മണിക്കൂർ സമയത്തിന്റെ അകത്ത് 150 ചോദ്യങ്ങൾ എഴുതാനുണ്ടാവും, 150 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു കുറച്ച് സമയം കടമെടുത്തിട്ട് വേണം ഒരു വലിയൊരു പാരഗ്രാഫിൽ അങ്ങോട്ട് നീക്കി വായിച്ച് അർത്ഥം മനസ്സിലാക്കി പിന്നെ ചോദ്യത്തിലേക്ക് കടന്ന് ചോദ്യത്തിന്റെ അർത്ഥം ഒരു 3-4 വട്ടം വായിച്ച് മനസ്സിലാക്കി അതിന്റെ ആൻസർ ഇപ്പുറത്ത് കണ്ടുപിടിക്കാന്നുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഞാൻ അതിനൊരു ഈസിനെസ് പറയാണ്. ഇംഗ്ലീഷുകാർക്കൊഴികെ ബാക്കിയുള്ള ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾക്കൊന്നും ഒരു ടഫ് കോംപ്രഹെൻഷൻ പാസേജ് ഇതുവരെ NTA തന്നിട്ടില്ല. എനിക്കൊന്ന് കഴിഞ്ഞ എക്സാമിന് ഇംഗ്ലീഷിന് പോലും ഈസി ഇല്ലതാ തന്നത്. ഓക്കെ, മനസ്സിലാവാത്ത വാക്കുകളോ കടുകട്ടി വാക്കുകളോ വെച്ച് ഇതുവരെ കോംപ്രഹെൻഷന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് അല്ലാത്ത ടോപ്പിക്കുകൾക്കൊന്നും തന്നിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടതിന്റെ ഒരു പരിചയത്തിൽ പറയാണ്. വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കിൽ മാത്രമേ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളിൽ മാത്രമേ അത്തരം വേർഡ്സ് ഉപയോഗിച്ച് മാത്രമേ പാരഗ്രാഫ് തരാറുള്ളൂ. അതുകൊണ്ട് തന്നെ കോംപ്രഹെൻഷൻ വായിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും വലിയ മടി. 2 പാരഗ്രാഫ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടായിരിക്കും കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അത് വായിക്കാനുള്ള മടിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ മടിയാണ് നിങ്ങൾ ആദ്യം എടുത്ത് ഒഴിവാക്കേണ്ടത്. വായിക്കുക എന്നുള്ളൊരു സാധനം. ആ ഒരു 3 മണിക്കൂർ എക്സാമിൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്കത് വായിക്കാനും ചോദ്യം വായിച്ച് അതിന്റെ അപ്പുറത്ത് ആൻസർ കണ്ടുപിടിക്കാനോ ഒക്കെ അരമണിക്കൂർ വേണ്ടി വരുമായിരിക്കാം. പക്ഷെ ആ അരമണിക്കൂർ വേണമെങ്കിൽ പോലും ആ അരമണിക്കൂറിന് ഇപ്പുറത്ത് സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ സ്പീഡ് ഉണ്ടാക്കുകയും കോംപ്രഹെൻഷൻ കുറച്ച് സമയം എടുക്കുന്നുവെങ്കിൽ അതിന് സമയം സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് കോംപ്രഹെൻഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ ട്രിക്ക്, സാധനങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയും. കോംപ്രഹെൻഷൻ അറ്റൻഡ് ചെയ്യാൻ കുറെ ട്രിക്കുകളൊക്കെ ഉണ്ട്, വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ. ഇങ്ങനെ 10 മൊഡ്യൂളുകളാണ് വരുന്നത്. വളരെ ഈസി എന്ന് പറയുന്ന സമയത്ത് പോലും വീണ്ടും എന്താ പറയാ പൂച്ചമന്തിക്കകത്ത് കൊട്ടേഷൻ മാർക്കിനകത്തിലാണ് വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം ഈസി എന്നുള്ളൊരു സാധനത്തിലേക്ക്. വെൽ പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. 10 മൊഡ്യൂളുകളിൽ നിന്നായിട്ട് 50 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക്. നിലവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഈ ടോപ്പിക്കുകളൊക്കെ എന്തൊക്കെയോ രീതിയിൽ നമ്മളോടൊരു ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട്. മാത്സ് ആയാലും ഡാറ്റ ആയാലും, മാത്സ് എല്ലാം ചോദിക്കണില്ല, ഏതാനും ചില ടോപ്പിക്കുകളിൽ നിന്നും 5 ചോദ്യങ്ങൾ മാത്രം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഏരിയകൾ നമ്മളെ സംബന്ധിച്ചൊരു ഭീകരമായ ഏരിയകൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ഓക്കെ, മൊഡ്യൂൾസ് ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ മാത്രം, ഇതാണ് പേപ്പർ 1 എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണെങ്കിൽ മാത്രം എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. ആർ യു ഓക്കെ വിത്ത് ദ മൊഡ്യൂൾസ്? യെസ്, ഓക്കെ, ഉറങ്ങിപ്പോരുത് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? 10 മൊഡ്യൂള്, കുറെ ഈസി ഉള്ളതാണ്, കുറെ ടഫ് ഉള്ളതാണ്, ചിലതൊക്കെ ഭയങ്കര എന്തൊക്കെയോ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. അപ്പൊ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്തിന്, ഏത് ടോപ്പിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള സംഭവം. അപ്പൊ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം ഇന്നത്തെ ഒരു ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞ് ഇപ്പൊ തന്നെ ഞാൻ പുസ്തകം തുറന്നെടുത്ത് പഠിക്കാൻ പോവാണ്, അതല്ല വേണ്ടത്. ഓക്കെ, ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കേട്ട് ഭയങ്കര ബൂസ്റ്റപ്പ് ആയിട്ട് മോട്ടിവേഷനൊക്കെ കയറി ഇങ്ങനെ തരുത്തിരിക്കാനാണ് ഞാൻ ഇപ്പൊ തന്നെ പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ബുക്ക് എടുത്ത് തുറക്കുകയല്ല വേണ്ടത്. യു ഷുഡ് ഹാവ് എ പ്ലാനിങ്. നമുക്കൊരു പ്ലാനിങ് വേണം. അതെങ്ങനെയെന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറില്ല, എന്റെ മുമ്പിൽ എത്താറുള്ള നെറ്റിന് പേപ്പറിന് പ്രിപ്പയർ ചെയ്യാറുള്ള എല്ലാവരോടും ഞാൻ പറയാറുള്ള ഒരു കാര്യം, ആ പ്ലാനിങ് ഒരു പേഴ്സണലൈസ്ഡ് പ്ലാൻ ആയിരിക്കണം എന്നുള്ളതാണ്. പേഴ്സണലൈസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് പ്ലാൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ടൈലേർഡ് പ്ലാനിങ് എന്നൊക്കെ പ്ലാൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് എന്റെ പ്ലാൻ ആയിരിക്കില്ല ഒരിക്കലും നിങ്ങളുടെ പ്ലാൻ ആയിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് നെറ്റിന് പഠിക്കുന്ന ആളുകളുടെ പ്ലാൻ. ഒരിക്കലും മറ്റൊരാളുടെ പ്ലാനുമായിട്ട് നമ്മുടെ പ്ലാനിനെ, നമ്മുടെ ഷെഡ്യൂളിനെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യുകയോ മറ്റൊരാളുടെ പ്ലാൻ പോലെ ആവണം നമ്മുടെ പ്ലാൻ എന്ന് വാശി പിടിക്കുകയോ ചെയ്യരുത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നെറ്റിന് പഠിക്കുന്ന നമ്മളാരും പണ്ട് SSLC 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പം ഇരുന്ന് പഠിച്ചിരുന്ന കുട്ടികളല്ല. ഓക്കെ, ആ ഒരു പ്രായമോ ആ ഒരു സ്റ്റാറ്റസിലോ നിൽക്കുന്നവരെ അല്ല നമ്മളിൽ പലരും ജോലിയുള്ളവരായിരിക്കും. അന്നാണെങ്കിൽ നമുക്ക് പറയാം എല്ലാവർക്കും ഒരേ പ്ലാനൊക്കെ ഇട്ടെടുത്തിട്ട് SSLCക്ക് പഠിക്കുന്ന സമയത്ത് ടീച്ചർ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുന്ന പഠിച്ചവരായിരിക്കും. പൊരേന്ന് പ്ലാനൊക്കെ ഇട്ടെന്ന് പഠിച്ചു വന്നവരായിരിക്കും നമ്മൾ. കാരണം അന്ന് നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ അങ്ങനത്തെ മനുഷ്യന്മാരല്ല, നമ്മൾ അഡൾട്ട് ലേണേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പണിയെടുക്കുന്നവരുണ്ടാവും, അല്ലെ, ജോലിക്ക് പോകുന്നവരുണ്ടാവും, കുട്ടികളെ നോക്കുന്നവരുണ്ടാവും, വീട് കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും, വേറെ എന്തെങ്കിലും കോഴ്സുകൾ PG whatever it is പഠിക്കുന്നവരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രാരാബ്ദങ്ങൾ തലയിലുള്ളവരുണ്ടാവും, അസുഖങ്ങൾ ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സൈഡിലൂടെ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും ഞാനടക്കം, നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വേറൊരാളുടെ പ്ലാന്, പണ്ട് 10ാം ക്ലാസ് ടീച്ചർ എല്ലാവർക്കും ഒരേ പ്ലാൻ തന്നാൽ പോലും ഒരു സാധനം ഇവിടെ വർക്ക് ആവില്ല. ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പം 30 മിനിറ്റ് പഠിക്കാൻ കിട്ടുന്നുണ്ടാവുള്ളായിരിക്കും. നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഫ്രീ ടൈം കിട്ടുന്നുണ്ടായിരിക്കാം പഠിക്കാൻ. എന്ന് വിചാരിച്ചൊരിക്കലും നിങ്ങളുടെ കഴിവിനെയോ നിങ്ങളുടെ എബിലിറ്റിയോ നിങ്ങളുടെ പഠനത്തെയോ ആ 4 മണിക്കൂർ കിട്ടുന്ന മനുഷ്യനുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ എല്ലാ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും കഴിഞ്ഞ് നിങ്ങൾക്ക് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അരമണിക്കൂറാണ്, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന അരമണിക്കൂർ മാത്രമാണ് എനിക്ക് പഠിക്കാൻ കിട്ടുന്നത് എന്ന് സങ്കടപ്പെടല്ല വേണ്ടത്. ആ അരമണിക്കൂറിനനുസരിച്ച് ഇനി അടുത്ത എക്സാം വരെ ഇനിയും സമയമുണ്ട്, ജൂൺ വരെയുള്ള എക്സാമിലേക്ക് ഇനിയും സമയമുണ്ട്. ആ സമയം വരെ കിട്ടുന്ന 30 മിനിറ്റിനെ ഞാൻ ഏറ്റവും എന്താ പറയാ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടത്, ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത്. അപ്പൊ ആ 30 മിനിറ്റിനകത്തേക്ക് ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കാം. മറ്റേ ആള് 4 മണിക്കൂറിന് പ്ലാൻ അവിടെ ഉണ്ടായിക്കോട്ടെ, അയാൾക്ക് പഠിക്കാൻ 4 മണിക്കൂർ വേണം. അതിനാണ് ദൈവം അയാൾക്ക് 4 മണിക്കൂർ കൊടുത്ത്. അയാൾ 4 മണിക്കൂറിൽ പഠിക്കണ സാധനം പഠിക്കാൻ നിങ്ങൾക്ക് അരമണിക്കൂർ മതി. അതുകൊണ്ടാണ് പഠിച്ചത് നിങ്ങൾക്ക് അരമണിക്കൂർ തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ അരമണിക്കൂറിനെ വാല്യൂ ചെയ്യുക, ആ അരമണിക്കൂറിലേക്കുള്ള പ്ലാൻ ഉണ്ടാക്കാം. പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ. നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ സൈഡിൽ, അതൊക്കെ തീർന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അതിന്റെ സൈഡിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. അതങ്ങനെ ഒരു സൈഡിൽ പോയി ഇപ്പുറത്ത് പാരലായിട്ട് നമ്മുടെ സ്റ്റഡീസ് നടക്കണം. അതിന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് പ്ലാൻ ഉണ്ടാക്കുക, വേറെ ആരെയും നോക്കണ്ട. അപ്പൊ എങ്ങനെയാ പ്ലാൻ ഉണ്ടാക്കുക? പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയാനൊക്കെ ഒരു സുഖമാണ്. ടീച്ചർ വന്നിട്ട് പ്ലാൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ തന്നെ പ്ലാൻ ഉണ്ടാക്കുക. പക്ഷെ എങ്ങനെ എന്നുള്ളത് വേറൊരു ചലഞ്ചാണ്. എങ്ങനെയാ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്? പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം കൗണ്ട് ദ ഡേയ്സ് ആൻഡ് ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ഷെഡ്യൂൾ എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഇനിയുള്ള ദിവസങ്ങളെ കൗണ്ട് ചെയ്യലാണ്. ഇപ്പൊ ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ചെയ്യേണ്ടത് പുസ്തകം എടുത്ത് തുറക്കലല്ല, പകരം എന്ത് ചെയ്യണം, എക്സാം വരെയുള്ള ദിവസങ്ങളിലേക്ക് എന്റെ മുമ്പിൽ ഇനി എത്ര ദിവസങ്ങൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് എക്സാം എന്നാണ് നടക്കാന്നൊന്നും എനിക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് ജൂൺ 1-നാണ് എക്സാം തുടങ്ങാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, NTA എന്തോ പറഞ്ഞോട്ടെ, ഇനി NTA ജൂണിന് പരീക്ഷ നടത്തിയില്ലെങ്കിൽ നമുക്കൊരു മോഡൽ എക്സാം ജൂൺ 1 നടത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ഡിസൈഡ് ചെയ്യുക? ഇന്ന് ഡിസൈഡ് ചെയ്യുക, എന്റെ അടുത്ത നെറ്റ് എക്സാം ജൂൺ 2025-നാണ്, ജൂൺ 1-നാണ് എന്നങ്ങോട്ട് തീരുമാനിക്കുക. ജൂൺ 1-ന് എക്സാം ഉള്ള നിങ്ങൾക്ക് ഇനി എത്ര ദിവസങ്ങൾ? ഓക്കെ, ഇന്നിനിപ്പോ പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നാളെ തൊട്ട് ഞാൻ പഠിക്കുമ്പോൾ ജൂൺ 1-ന്റെ തൊട്ട് തലേ ദിവസം വരെയുള്ള ദിവസങ്ങൾ വരെ എന്റെ മുമ്പിൽ ഇനി എത്ര ദിവസങ്ങൾ ഉണ്ടെന്ന് കലണ്ടറിൽ നോക്കി കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് ആ ദിവസങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എന്നിട്ട് ആ എണ്ണത്തിനനുസരിച്ച്, ആ ദിവസങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് റിയലിസ്റ്റിക് ഷെഡ്യൂൾ തന്നെ പറയാനുണ്ടായ കാരണം അത് പ്ലാൻ ഉണ്ടാക്കാനൊക്കെ സുഖമാണ്, നടക്കുന്ന പ്ലാൻ ആയിരിക്കണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പഠിക്കേണ്ട ഏറ്റവും എത്ര സമയം പഠിച്ചാലാണ് അയാൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മികച്ച ഉത്തരം 24 മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു 100% റിസൾട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ അയാൾ എത്ര സമയം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 24 മണിക്കൂറും പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ, റിയലിസ്റ്റിക് ആണോ എന്നുള്ളതാണ് ഇപ്പുറത്തുള്ള ചോദ്യം. 24 മണിക്കൂറും പഠിക്കലാണ് നല്ല കാര്യം. പക്ഷെ ഒരു മനുഷ്യൻ 24 മണിക്കൂറും പഠിക്കാൻ പറ്റില്ല. അയാൾക്ക് ഉറങ്ങണം, അയാൾക്ക് ഭക്ഷണം കഴിക്കണം, അയാൾക്ക് സിനിമ കാണണം, അയാൾക്ക് വേറെ കുറെ സാധനങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി സമയമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നമ്മൾ പഠിക്കാൻ പോണത്. അതാണ് റിയലിസ്റ്റിക് ഷെഡ്യൂൾ. നമ്മുടെ മുമ്പിലുള്ള പഠന സമയത്തെ എടുത്തുകൊണ്ട് മുമ്പുള്ള ദിവസങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതെങ്ങനെ എന്നുള്ളതാണ്. ഇത്ര ദിവസം മുമ്പിലുണ്ട്, ഇതാണ് എന്റെ അവൈലബിൾ ടൈം എന്നുള്ളത് ഡിസൈഡ് ചെയ്തതിന് ശേഷം
നമുക്ക് പഠിക്കാനുള്ള 10 മൊഡ്യൂളുകൾക്കും സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം നമ്മുടെ കയ്യിലുള്ള ടൈമും ഡേയ്സും വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുമ്പിൽ എത്ര ദിവസങ്ങളുണ്ട്, ഒരു ദിവസം എനിക്ക് ഇത്ര സമയം പഠിക്കാൻ പറ്റും എന്നുള്ളത് ആദ്യമേ എന്ത് ചെയ്യുക, ആദ്യമേ ഡിസൈഡ് ചെയ്യുക. ഒരു ദിവസം എനിക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ്, എന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്, എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ കിട്ടുന്നത് 30 മിനിറ്റ് ആണ് എന്ന് നിങ്ങൾ ഇന്ന് ഡിസൈഡ് ചെയ്താൽ അടുത്ത എക്സാം വരെയുള്ള അടുത്ത ദിവസം വരെയും എനിക്ക് ഈ 30 മിനിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ ടൈം വെച്ചിട്ട്, ആ ഡേയ്സ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിനും പേപ്പർ 1 എന്ന് മാത്രം പറയില്ല, പേപ്പർ 2 അപ്പർ ഉണ്ട്. പ്ലാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടിനെയും കൺസിഡർ ചെയ്യണം. പേപ്പർ 1 മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകരുത്. സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഓരോ ടോപ്പിക്കിനും അലോക്കേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ അലോക്കേറ്റ് ചെയ്യണ സമയത്ത് ഒരു കാരണവശാലും ഈക്വലി ഡിവൈഡ് ചെയ്യരുത്. അതായത് ഇനി മുമ്പുള്ള ദിവസത്തിന് 10 കൊണ്ട് ഹരിച്ച് 120 ദിവസമാണ് മുമ്പിലുള്ളെങ്കിൽ 10 മൊഡ്യൂളാണ്, ഡിവൈഡഡ് 10, ഒരു മൊഡ്യൂളിന് 12 ദിവസം, അങ്ങനെ എല്ലാ മൊഡ്യൂളിനും 12 ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അങ്ങനെ ഈക്വൽ അലോക്കേഷൻ നടത്തരുത്. കാരണം ഈ 10 മൊഡ്യൂളിലെ എല്ലാ മൊഡ്യൂളും നിങ്ങൾ ഒരേ ലെവലിലല്ല നിൽക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ മാത്സിൽ ഭയങ്കര വീക്കായിരിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് BEd ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചറെക്കാളേറെ പൊളിയായിരിക്കും. അങ്ങനെയുള്ള നിങ്ങൾ ഒരു കാരണവശാലും മാത്സിനും ടീച്ചിങ്ങിനും 12 ദിവസം കൊടുക്കരുത്. ടീച്ചിങ്ങിന് വളരെ കുറച്ച് സമയം കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് അതിന് കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യുക. മാത്സ് ആണെങ്കിൽ മാത്സിന് കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യുക. ടീച്ചിങ് നിങ്ങൾക്ക് വളരെ ഈസി ഉള്ള ഒരു സാധനമാണെങ്കിൽ ജസ്റ്റ് റിവിഷന് മാത്രമുള്ള ഒരു കുറഞ്ഞ ദിവസങ്ങൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോൾ ഒക്കെ തുറന്നു നോക്കുന്ന ഒരു റിവൈസ് ചെയ്യുന്ന ടൈപ്പിലേക്ക് ടീച്ചിങ്ങിനെ മാറ്റുക. ഏറ്റവും എളുപ്പമുള്ള സാധനത്തിന് അങ്ങനെ റിവിഷൻ ആസ്പെക്ടിലേക്ക് മാറ്റി വെക്കുക. ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള സാധനത്തിന് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മുമ്പോട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു സാധനം. നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നമ്മുടെ വീക്ക് ഏരിയ, നമ്മുടെ സ്ട്രോങ് മൊഡ്യൂൾ ഏതാണ്, നമ്മുടെ വീക്ക് മൊഡ്യൂൾ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇത്രയും ദിവസം നിങ്ങൾക്ക് തന്നെ അറിയാം മാത്സിൽ നിങ്ങളുടെ ലെവൽ എന്താണ്. അപ്പൊ മാത്സ് ഭയങ്കര ടഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കൂടുതൽ ഡേയ്സ് കൊടുക്കുക. ഇനി നിങ്ങൾ GK ഭയങ്കര എന്താ പറയുക വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ GK മൊഡ്യൂൾസ് വരുന്ന ആ 3 എണ്ണത്തിന് കുറച്ച് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്യുക. ആ രീതിയിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ, കൗണ്ട് ചെയ്ത ഡേയ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത്. ഇനി അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ പോലും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവണം. അതായത് എനിക്ക് ടീച്ചിങ് ഭയങ്കര എളുപ്പമാണ്, എന്നാൽ ഈ 10 മൊഡ്യൂളിന് ടീച്ചിങ്ങിനെ ഞാൻ അങ്ങ് മാറ്റി വെച്ച് ബാക്കി 9 മൊഡ്യൂളാണ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അലോക്കേഷൻ നടത്താൻ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്കലി നിങ്ങൾ ഉണ്ടാക്കിയൊരു പ്ലാൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മൊത്തം സിലബസ് നിങ്ങൾക്ക് എത്ര എളുപ്പമുള്ള മൊഡ്യൂൾ ആണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിൽ കയറി ഇറങ്ങുന്ന രീതിയിൽ വേണം നിങ്ങൾ ഷെഡ്യൂൾ ഇടാൻ. ഓക്കെ, അതിനെ പാടെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം അഥവാ ആ സമയത്ത് നിങ്ങൾ ഈസി എന്ന് കരുതിയ ടോപ്പിക്കിനെ കുറച്ച് ടഫായിട്ട് ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നിയാൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരു മൊഡ്യൂളിനെയും സിലബസിലെ ഒരു സാധനത്തിനെയും എന്ത് ചെയ്യരുത്, ഒരു സാധനത്തിനെയും അപ്പുറത്തേക്ക് തട്ടിക്കളഞ്ഞ് അതെനിക്ക് ഈസി ആണെന്നുള്ള തോന്നൽ കൊണ്ട് അതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിന് അലോക്കേറ്റ് ചെയ്യരുത്. എല്ലാത്തിനും ഇനഫ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇത് ടഫാണ് അപ്പൊ ഇതിന് കൂടുതൽ സമയം വേണം, അങ്ങനെ 10 എണ്ണം വേണം. നിങ്ങളുടെ ഷെഡ്യൂളിനകത്തേക്ക് 10 മൊഡ്യൂളും ടച്ച് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ അതിന്റെ ഡേയ്സ് ചിലപ്പം നിങ്ങളുടെ ടഫ്നെസ് ആൻഡ് ഈസിനെസ് ലെവൽ അനുസരിച്ച് ഡേയ്സിന്റെ കൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യമുള്ളത്, 3 ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമൈസ് ടൈം എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. നമ്മൾ ടൈമിനെ നമ്മൾ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കുക എന്നുള്ളൊരു സാധനം. എങ്ങനെയാണ് ടൈമിനെ എഫിഷ്യന്റ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമാണ്, ഒരാൾക്ക് 30, നിങ്ങൾക്ക് ചിലപ്പോൾ 30 മിനിറ്റേ കിട്ടുന്നുണ്ടാവുള്ളായിരിക്കും. നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്ക് ചിലപ്പോൾ 4 മണിക്കൂർ കിട്ടുന്നു. ഒരിക്കലും അയാളുമായിട്ട് കമ്പയർ ചെയ്യാനേ പോരുത്. അയാൾ പഠിച്ചോട്ടെ, 4 മണിക്കൂറോ 5 മണിക്കൂറോ പഠിച്ചോട്ടെ, അയാൾ ജയിക്കുകയും ചെയ്യും. 30 മിനിറ്റുള്ള നിങ്ങളും ജയിക്കും. പക്ഷെ ആ 30 മിനിറ്റ് നിങ്ങൾ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണം. അതായത് പരത്തി അങ്ങ് പഠിക്കലല്ല. അയാൾ 4 മണിക്കൂർ എടുത്ത് പരത്തി പഠിക്കുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ 30 മിനിറ്റിൽ പരത്തി പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാ, നിങ്ങൾ പഠിക്കേണ്ടത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ള സാധനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള വളരെ ഈസി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങള് റിവിഷൻ ആസ്പെക്ടിലേക്ക് മാത്രം വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യണ സമയത്തോ ജസ്റ്റ് മറച്ചു നോക്കുകയോ മാത്രമുള്ളൊരു സാധനമാക്കിയിട്ട് മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഷുവർ മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്നുള്ള സംഭവങ്ങളും ചാർട്ടും സംഭവങ്ങളും ക്ലാസ്സുകൾ എങ്ങനെയാ പോവാന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ തരും കേട്ടോ. ടൈമിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത്. ഈ 30 മിനിറ്റിൽ 15 മിനിറ്റ് കിനാവ് കാണലും 15 മിനിറ്റ് പഠിക്കലും നടക്കൂല. ഓക്കെ, 30 മിനിറ്റിൽ 15 മിനിറ്റ് ജറഫ് കിട്ടുന്നത് കിനാവ് കാണലും ബാക്കി 15 മിനിറ്റ് പഠിക്കലും നടക്കൂല. പഠിക്കാനുള്ള 30 മിനിറ്റ് നിങ്ങൾ പഠിക്കന്നെ വേണം.
കിനാവ് കാണാൻ നിങ്ങൾ വേറെ ഏതെങ്കിലും 15 മിനിറ്റ് കടമെടുത്തോളാം. പഠിക്കാൻ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത സമയത്ത് ഒരിക്കലും കിനാവ് കാണൽ ചെയ്യരുത്. അത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പ്രൊഡക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഉപയോഗിക്കുക. അത് അതിന്റെ മാക്സിമത്തിലായി വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 1, 2, 3 മാസങ്ങളുടെ, ഇപ്പൊ എത്ര ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിലേക്കുള്ള ഒരു സാധനമാണ് പറയാൻ പോണേ. വെറും 3 മാസം, വെറും 3 മാസം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കയ്യിൽ ഉള്ള ആ ഒരു സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജൂണിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? നെറ്റ് JRF ഉണ്ടാവും എന്നുള്ളതാണ്. നെറ്റ് വേണ്ട, JRF തന്നെ, ഡെഫിനറ്റ്ലി JRF നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ രീതിയിൽ മാത്രമേ പ്ലാനിങ് നടക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് പ്ലാൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് നമ്മുടെ സ്കോർ ഡിഫൈൻ, നമ്മൾ എയിം ഉണ്ടാവണം. ഗോൾ ഇല്ലാതെ എനിക്ക് നെറ്റ് വേണം, JRF വേണം, അത് നിങ്ങളുടെ ഒരു വൈഡ് ആസ്പെക്റ്റിലുള്ള ഗോളാണ്. അപ്പൊ ആ ഗോളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഗോളിനെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതാക്കി കൊടുക്കണം, കുറച്ചുകൂടി സ്പെസിഫൈഡ് ആക്കണം. ആ ഗോൾ എന്താ? JRF കിട്ടുക, നെറ്റ് കിട്ടുക, ഗോളാണ്, ലക്ഷ്യമാണ്, സ്വപ്നമാണ്, നമ്മുടെ അംബീഷനാണ്, സമ്മതിച്ചു. പക്ഷെ അതിനെ കുറച്ചുകൂടി പ്രിസൈസ് ആക്കിയിട്ട് നമ്മുടെ മനസ്സിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് നമ്മുടെ മനസ്സിനൊരു പ്രശ്നമുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മൂപ്പരങ്ങ് പോകും, ഒരു പോക്കാണ്ട് പോകും. പിന്നെ അതൊരു അലഞ്ഞ് തിരിഞ്ഞ് നടക്കലായിരിക്കും. JRF കിട്ടുക, ഓക്കെ, ജൂൺ വരെ JRF കിട്ടുക എന്നുള്ള തോന്നൽ തന്നെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ തോന്നലുകൊണ്ട് മാത്രം കാര്യമില്ല, മനസ്സിന് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് നമ്മുടെ ടാർഗറ്റ് എയിം ചെയ്യുക എന്നുള്ളൊരു സാധനം. ഇപ്പൊ ടാർഗറ്റ് എയിം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളെ പേപ്പറിന്റെ കട്ട് ഓഫ് എത്രയാന്നുള്ളത് നിർണ്ണയിക്കലാണ്. നമുക്കൊരു ഇത്ര മാർക്ക് കിട്ടിയാൽ JRF കിട്ടും, ഇത്ര മാർക്ക് കിട്ടിയാൽ നെറ്റ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 5 തവണ നിങ്ങളുടെ പേപ്പർ ഏതാണോ, അറബിയാണോ, ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, whatever it is, നിങ്ങളുടെ പേപ്പറിന് കഴിഞ്ഞ 5 തവണകളായിട്ട്, കഴിഞ്ഞ 5 ടേമുകളിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് നെറ്റ് നോക്കി കണ്ടുപിടിക്കുക. കഴിഞ്ഞ 5 തവണത്തെ കേട്ടോ, കഴിഞ്ഞ 5 തവണത്തെ എങ്കിലും, മിനിമം 5 തവണത്തെ എങ്കിലും കട്ട് ഓഫിന്റെ ഒരു ലിസ്റ്റ് കയ്യിലെടുക്കുക. നെറ്റിൽ നോക്കിയാൽ കിട്ടും, കയ്യിലെടുക്കുക. അതിനൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്താൽ മനസ്സിലാവും ആവറേജ് ഇത്ര ലെവലിൽ, ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ഇത്ര സ്കോറിൽ വന്ന് എനിക്ക് JRF ഉണ്ടാവും എന്നുള്ളത് ആ സ്കോർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലത് 60% ആയിരിക്കാം, ചിലത് 58%. നിങ്ങളുടെ കാറ്റഗറി നോക്കണം കേട്ടോ. ചിലർ ജനറൽ കാറ്റഗറി ആയിരിക്കും, ചിലർ EWS ആയിരിക്കും, ചിലർ SC ആയിരിക്കും, ചിലർ OBC ആയിരിക്കും. നിങ്ങളുടെ കാറ്റഗറിക്ക്, നിങ്ങളുടെ പേപ്പറിന് എത്രയാണ് കഴിഞ്ഞ 5 ടേമുകളായിട്ട് നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പം അതിനൊരു ആവറേജ് കിട്ടും. ഓക്കെ, ആവറേജ് ഇത്ര സ്കോറിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് JRF ഉറപ്പായിരിക്കും എന്നുള്ളൊരു സംഭവം. ആ ഒരു ആവറേജ് സ്കോറിനെ എടുത്തിട്ട് അതിനോടൊരു 5% കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ 55%, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. 55% എങ്ങനെയാണ് നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 55% നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ആവറേജ് കട്ട് ഓഫ് വിചാരിക്കുക. ഒരു 55% ഒക്കെയാണ് കഴിഞ്ഞ 5 ടേമുകളിലായിട്ട് ഒരു ആവറേജ് JRF കിട്ടിക്കൊണ്ടിരിക്കുന്ന പെർസെന്റേജ് എങ്കിൽ, നിങ്ങൾ സ്കോർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 5%, 10% എക്സ്ട്രാ ആയിട്ട് സെറ്റ് ചെയ്യുക. ഏത് 55% ആണെങ്കിൽ അതൊരു 60% നിങ്ങൾ അങ്ങ് സെറ്റ് ചെയ്യുക. അഥവാ നമ്മൾ ഇനി ജൂണിൽ വരുന്ന എക്സാമിന്റെ റിസൾട്ടിൽ ഒരു 5% കട്ട് ഓഫ് കൂടിയാലും നമുക്ക് പിടിച്ചു നിൽക്കണം. ഓക്കെ, 5% ഒന്നും അങ്ങനെ കട്ട് ഓഫിൽ ചേഞ്ച് വരില്ല, എന്നാലും ഒരു ചേഞ്ച് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ട് പിടിക്കണേ. 5-10% കൂട്ടി പിടിക്കുക. 55% ആവറേജ് എങ്കിൽ അത് 60% ആക്കി പിടിക്കുക. എന്നിട്ട് ഈ 60% നമ്മുടെ മുമ്പിലെ സ്കോർ, നമ്മുടെ ടാർഗറ്റ് ഇതാണ്. പൊതുവെ നമ്മളെയൊക്കെ സ്കോർ NTA റിസൾട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യാറുള്ളത്, ഡിസൈഡ് ചെയ്യാറുള്ളത്. നമ്മുടെ സ്കോർ NTAക്ക് മുമ്പ് നമ്മളങ്ങ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. NTA അല്ല, നമ്മുടെ സ്കോർ നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മുടെ സ്കോർ 60%. NTA 55% കഴിഞ്ഞ തവണയൊക്കെ കൊടുത്തത്. എന്റെ സ്കോർ ഇത്തവണ 60% ആയിരിക്കും. നിങ്ങൾ അങ്ങ് ഡിസൈഡ് ചെയ്യുക. അതൊരു ഉറപ്പിച്ച ഡിസിഷനും ആയിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളിലും നിങ്ങൾക്ക് ഈ 60% കിട്ടുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന, നിങ്ങൾ ഡിസൈഡ് ചെയ്ത സ്കോർ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എക്സാം വരെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ മോക്ക് എക്സാമിലും നിങ്ങൾക്ക് 60% കിട്ടുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ആദ്യത്തെ എക്സാമിനൊക്കെ ചിലപ്പോൾ 0% ആയിരിക്കും, 1%, 2% ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ എന്താ പറയാ, ഭയങ്കര നെഗറ്റീവിലേക്കൊക്കെ മാർക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും നിരാശരാവാൻ പാടില്ല. ആദ്യത്തെ 2-3 തവണ നിങ്ങൾ 0%, 1%, 2%ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും 5-ാമത്തെയോ 6-ാമത്തെയോ തവണ ഒരു മോഡൽ എക്സാം മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന സമയത്ത് അതിൽ 60-65 ശതമാനമോ സ്കോർ നിങ്ങൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്കോർ NTAക്ക് മുമ്പേ നിങ്ങൾ എയിം ചെയ്യാം. ഓക്കെ, ആ എയിം ചെയ്തിട്ട് ആ സ്കോറിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം.
ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ മോക്ക് ടെസ്റ്റും അതായിരിക്കണം. ഇപ്പൊ ഒരു 54% ആദ്യത്തെ മോക്ക് ടെസ്റ്റിന് കിട്ടിയെങ്കിൽ അടുത്ത മോക്ക് ടെസ്റ്റിന് 55 കിട്ടുമെന്ന് ഉറപ്പിക്കുക. അതിന്റെ അടുത്ത് തന്നെ 56% വാങ്ങുന്ന ഉറപ്പിക്കുക. അങ്ങനെ കൂട്ടി 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 അവസാനം ജൂൺ 1 NTA നടത്തുന്ന നെറ്റ് എക്സാമോ അല്ലെങ്കിൽ NTA നടത്തിയിട്ടില്ലെങ്കിൽ ജൂൺ 1 നമ്മളൊരു മോക്ക് എക്സാം അങ്ങ് നടത്തുക. ആ മോക്ക് എക്സാമിന് ഞാൻ നിശ്ചയിച്ച സ്കോർ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതാണ് എയിം സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം പ്ലാൻ ഉണ്ടാക്കി, ഓക്കെ, പേപ്പർ 1 മൊഡ്യൂൾ എന്തൊക്കെയാന്ന് അറിഞ്ഞു, പ്ലാൻ എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് പ്ലാൻ ഉണ്ടാക്കി, നമ്മുടെ സ്കോറും നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കാൻ ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ലേ? നമ്മൾ പ്ലാൻ ഉണ്ടാക്കി എയിമും സെറ്റ് ചെയ്ത് ഇരുന്നിട്ടേ ഉള്ളൂ, പഠിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടില്ല. എങ്ങനെയാ പഠിക്കേണ്ടതെന്നാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, എങ്ങനെയാ പഠിക്കേണ്ടതെന്നാണ് ഇനി പറയാൻ പോണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഞാൻ പറയുന്ന സാധനങ്ങളാണ് കേട്ടോ. നോക്കാം നമുക്ക്. ഇതിൽ ആദ്യത്തേത്, ഓക്കെ, PYQs യുവർ സീക്രട്ട് വെപ്പൺ എന്നാ പറയാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും എന്താ പറയാ നിങ്ങളുടെ കയ്യിലുള്ള മാരകായുധം. ഓക്കെ, നിങ്ങൾക്ക് ജയിക്കാനുള്ള ഭീകരമായ ശക്തി വരുന്ന ആയുധം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ച് സിലബസ് തുടരുത് എന്നല്ല. പേപ്പർ 1 സിലബസ് പേപ്പർ 2 പോലെയല്ല. പേപ്പർ 2 സിലബസ് നമ്മൾ ഇങ്ങനെ നിരന്തരം കയറി ഇറങ്ങണം, ഉള്ളതിനെ പിന്നെയും റിവൈസ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, പിന്നെയും പഠിച്ച് തന്നെ പഠിക്കണം. അത് പേപ്പർ 2 ഒരു രൂപമാണ്, ഘടനയാണ്. പേപ്പർ 1 അങ്ങനെയില്ല. സിലബസിലൂടെ ഒറ്റ തവണ കയറി ഇറങ്ങിയാൽ മതി. അതിൽ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കോംപ്രഹെൻഷനും സിലബസും ഇല്ല. അപ്പൊ പിന്നെ 8 മൊഡ്യൂളേ ഉള്ളൂ. ആ 8 മൊഡ്യൂളിന്റെ സിലബസിലൂടെ വൺസ് എങ്കിലും ഒറ്റ തവണയെങ്കിലും സിലബസിലൂടെ നിങ്ങൾ ഓരോ മൊഡ്യൂളിന്റെ സിലബസിലും കടന്നുണ്ടാവണം. ഒറ്റ തവണ, 2 തവണയൊന്നും സിലബസിലേക്ക് പിന്നെ കയറാൻ നിൽക്കരുത്. സിലബസിൽ എന്താണ് എന്നുള്ളത് അറിയാൻ ഒരു തവണ നിങ്ങൾ സിലബസിലൂടെ കയറിറങ്ങിയിട്ടുണ്ടാവണം. പിന്നെ കയറേണ്ടിവരും എന്തിനായിരിക്കും എന്നറിയോ? പിന്നെ സിലബസിലേക്ക് കയറേണ്ടത് 2 കാരണങ്ങൾക്കായിരിക്കണം. ഒന്ന്, നിങ്ങൾ പഠിച്ചത് വെറുതെ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാനും. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നുമ്പം ഒന്ന് ആഴത്തിൽ റെഫർ ചെയ്യാനും മാത്രമേ വീണ്ടും സിലബസ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ കയറേണ്ടതുള്ളൂ. ഒറ്റ തവണയെ സിലബസ് ക്ലാസ് മനസ്സിലാവണം. ആ ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് ഇന്നതാണ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൊത്തം പണിയെടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ മേലെ. എന്തിനാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ മേലെ ഇത്ര പണിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേപ്പർ 1 ഹൈ സ്കോർ വാങ്ങിയ മനുഷ്യന്മാരൊന്നും സിലബസ് കണ്ണടച്ചിരുന്ന് ബൈഹാർട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിച്ചവരല്ല. അവരൊക്കെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വായിച്ചവരാണ്. ഈ പ്രീവിയസ് ഇയർ ബൈഹാർട്ട് പഠിക്കാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഓക്കെ, ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബൈഹാർട്ട് പഠിക്കലല്ല അതിന്റെ സ്ട്രാറ്റജി. നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക. ജൂൺ എക്സാം ആവുമ്പോഴേക്കും, ജൂൺ 1 നമ്മൾ തീരുമാനിച്ച നമ്മുടെ എക്സാം, ഇനി നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ NTA നടത്താൻ പോണ എക്സാം, whatever it is, നമുക്ക് ജൂൺ 1 എക്സാം ആണ്. ആ എക്സാമിന് മുമ്പേ, ജൂൺ 1 നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. വേറെ ആരും അത് ചെയ്തു തരില്ല. പണ്ട് സ്കൂളിൽ പഠിക്കാം, +1 +2 പഠിക്കാം, പബ്ലിക് എക്സാമിന് വീട്ടിൽ നിന്ന് പുഷ് ചെയ്ത് പഠിക്കുന്ന പറഞ്ഞാൽ ഒരാളും അത് ചെയ്യൂല. നമ്മളായിട്ട് തന്നെ ചെയ്യണം. നമ്മളെ പുഷിങ്ങും പുള്ളിങ്ങും ഒക്കെ ഇവിടെ നമ്മൾ തന്നെ ചെയ്യണം. തള്ളലും മറക്കലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. ഇനി എന്തിനാണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പൊ എങ്ങനെയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് പൊതുവെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും പഴയതിൽ നിന്ന് തുടങ്ങരുത്. നമ്മൾ തുടങ്ങേണ്ടത് ഏറ്റവും പുതിയതിൽ നിന്ന് പഴയതിലേക്കാണ്. എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ജൂൺ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് എവിടുന്നാണെന്ന് അറിയോ? ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞ എക്സാം ഇല്ലേ, തൊട്ട് മുമ്പ് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം, ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ളത്, ലേറ്റസ്റ്റിൽ നിന്ന് ബാക്കോട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 1 തുടങ്ങേണ്ടത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യങ്ങൾക്കും ചോദ്യത്തിന്റെ പാറ്റേണിനും ഒക്കെ മാറ്റം ഉണ്ടാവും ഓരോ തവണയും. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ എക്സാമിനൊക്കെ പഴയ ചോദ്യ പേപ്പറിൽ നിന്നൊക്കെ കുറെ അതിന്റെ സ്ട്രക്ചറിലൊക്കെ, ചോദ്യം ചോദിക്കുന്ന രീതിക്കൊക്കെ സിലബസ് മാറിയിട്ടില്ല. നിലവിൽ സിലബസിനും മാറ്റമില്ല കേട്ടോ. എനിക്ക് ആരൊക്കെയോ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സിലബസ് മാറിയിട്ടുണ്ടോ ഇത്തവണ എന്ന് ചോദിച്ചിട്ട്. നിലവിൽ ഇതുവരെ സിലബസ് മാറിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷനും NTA തന്നിട്ടില്ല. പക്ഷെ ചോദ്യം ചോദിക്കുന്നതിന്റെ രീതിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ടോപ്പിക്കുകൾക്കൊന്നും മാറ്റമില്ല. ചോദ്യം ചോദിക്കുന്ന രീതിക്ക്, അതിന്റെ സ്ട്രക്ചറിനൊക്കെ കുഞ്ഞു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏറ്റവും ലേറ്റസ്റ്റിൽ നിന്ന് ബാക്കോട്ടാണ് നിങ്ങൾ കയറുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെയുള്ളത് ആ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ.
ഇത്രയും തവണകളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൽ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ ചില സമയത്ത് ചില ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കൂടും, ചില ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കുറയും, അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഏത് ടോപ്പിക്കിനാണ് വെയിറ്റേജ് വന്നത്, ഏത് ടോപ്പിക്കിനാണ് വെയിറ്റേജ് വരാത്തത് എന്നുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കണം. ജസ്റ്റ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും, ഇന്ന ടോപ്പിക് കഴിഞ്ഞ കുറെ തവണകളായിട്ട് ചോദിക്കണ്ടല്ലോ, അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കത്തും, ഓട്ടോമാറ്റിക്കലി കത്തും. ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് എങ്ങനെയാ മനസ്സിലാവാന്നുള്ളതൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കോച്ചിങ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഭയങ്കര ഡൗട്ട് ഉണ്ട്, അത് എങ്ങനെയാ അത് മനസ്സിലാവും. നമ്മൾ പഠിച്ചൊരു ട്രാക്കിലായി വരുമ്പോൾ ഇന്ന ടോപ്പിക് ഇതിനു മുമ്പ് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നല്ലോ, ഇതിനു മുമ്പത്തേലും കണ്ടിരുന്നല്ലോ, അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ടോപ്പിക് ആണ്, ഇതേ ചോദ്യം മുമ്പ് വേറെ രീതിയിൽ ചോദിച്ചു, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പാറ്റേൺ മനസ്സിലാക്കാനും, റിപ്പീറ്റഡ് ടോപ്പിക്സ് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാനും, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യന്റെ ട്രെൻഡ് മാറുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് തവണകളായിട്ട്, അതായത് കോവിഡിന് ശേഷമുള്ള മാത്സിന്റെ ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട്, ട്രൂ ഓർ ഫോൾസ്, ചോദ്യം ശരിയാണോ തെറ്റാണോ നോക്കുന്ന ടൈപ്പ് ചോദ്യമായിട്ടൊക്കെ മാത്സിന്റെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ട്രെൻഡിൽ വന്ന മാറ്റമാണ്. അതിനു മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ചോദ്യങ്ങളുടെ രൂപഘടനയ്ക്ക് മാറ്റം ഉണ്ടാവാറുണ്ട്. പഠിക്കണ സമയത്ത് ലേറ്റസ്റ്റിൽ നിന്ന് ഓൾഡസ്റ്റിലേക്ക് പഠിക്കാൻ പാടുള്ളൂ. 2024 കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ എക്സാം എന്ന് മേലോട്ട് കയറാം. എന്നിട്ട് മേലോട്ട് കയറിയിട്ട് എക്സാം ആവണ വരെ എവിടെയാണോ മാക്സിമം പഴയതിലേക്ക് എത്താൻ പറ്റുന്നത് അത്ര വരെ അങ്ങ് പഠിക്കാം. പക്ഷെ പേപ്പർ 2 ഇപ്പൊ ഇംഗ്ലീഷൊക്കെ പറയുകയാണെങ്കിൽ നേരെ റിവേഴ്സാ ചെയ്യാറുള്ളത്. അറബിക്കിന്റെ എനിക്ക് അറിഞ്ഞുകൂടാ. പേപ്പർ 1 പക്ഷെ ലേറ്റസ്റ്റിൽ നിന്ന് മേലോട്ടാണ് കയറേണ്ടത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്തും അവിടെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം അങ്ങനെ ചെയ്യണം. അതിപ്പോ മൊഡ്യൂൾ വൈസ് ടീച്ചിങ്ങിലെ മാത്രം ചോദ്യങ്ങൾ എടുക്കുന്നു, പഠിക്കുന്നു, റിസർച്ചിലെ മാത്രം ചോദ്യങ്ങൾ എടുക്കുന്നു, പഠിക്കുന്നു, ഹയർ എഡ്യൂക്കേഷനിലെ മാത്രം ചോദ്യങ്ങൾ എടുക്കുന്നു, പഠിക്കുന്നു. ഇതാണ് ഏറ്റവും ബെസ്റ്റ് രീതി. അല്ലാതെ 50 സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ടീച്ചിങ്ങും റിസർച്ചും എല്ലാം കൂടി കൊയമാന്തരായി കിടക്കുന്ന പേപ്പറിന്റെ അകത്തുനിന്ന് അങ്ങനെ പഠിക്കലല്ല. ആ പഠനം നമ്മൾ പഠിക്കും എപ്പെന്നറിയോ, അവസാനത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, ലാസ്റ്റ് എന്താ പറയാ മെയ് അവസാന വീക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ റിവിഷൻ ആസ്പെക്റ്റിൽ ഒരു പഠിക്കൽ അങ്ങ് പഠിക്കാനുണ്ട്. ആ പഠിക്കണ സമയത്ത് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഈ 50 ചോദ്യങ്ങളുടെ സെറ്റ് എടുത്തിട്ട് ഇതെനിക്കറിയാം, ഓക്കെ അടുത്ത എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അങ്ങ് നിരത്തി വായിച്ചങ്ങ് പോയിട്ട് പഠിക്കുന്ന ഒരു പഠിത്തം വേറെ ഉണ്ട്. ഇതല്ല. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് അത് എപ്പോഴും കാറ്റഗറൈസിനെ തുടങ്ങാൻ പാടുള്ളൂ. ടീച്ചിങ്ങിന്റെ ചോദ്യങ്ങൾ മാത്രം എടുക്കുന്നു. അപ്പൊ ടീച്ചിങ്ങിന്റെ ചോദ്യങ്ങളിലൊക്കെ വരുന്ന ട്രെൻഡും അതിന്റെ ടോപ്പിക്കിന്റെ റിപ്പീറ്റേഷനും പുതിയ ടോപ്പിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവും. അതേപോലെ റിസർച്ച് വരുന്നു, ഹയർ എഡ്യൂക്കേഷൻ വരുന്നു, ലോജിക്കൽ റീസണിംഗ് വരുന്നു, കമ്മ്യൂണിക്കേഷൻ വരുന്നു, മാത്സ് വരുന്നു, ഡാറ്റ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് പഠിക്കും. അവിടെയാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സഹായിക്കാൻ പറ്റുക. ഈ കാറ്റഗറൈസ്ഡ് സാധനം കിട്ടുക, അതിന്റെ ട്രെൻഡ് പറഞ്ഞു തരിക, അതിനെ മനസ്സിലാക്കി തരിക എന്ന് പറയുന്ന സാധനങ്ങളിലൊക്കെ കോച്ചിങ് ക്ലാസ്സുകൾ, ഫോക്കസ് അക്കാഡമി പോലുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ വയ്ക്കുന്ന റോൾ അതാണ്. അതായത് നെറ്റിന് പഠിക്കാന്ന് പറയുന്ന സാധനം സെൽഫ് സ്റ്റഡി ഒക്കെ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. സെൽഫ് സ്റ്റഡി വെച്ച് നെറ്റ് കിട്ടുന്നവരും ഉണ്ട്. അപ്പൊ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് അവർ ചിലപ്പം ഇങ്ങനത്തെ ഇതിന്റെ ട്രാക്ക് ഇതാണെന്നുള്ളത് എവിടുന്നെങ്കിലും അവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകിൽ ഒരു കോച്ചിങ്ങിന് പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ അവർക്ക് ഉണ്ടാവും, ഹൂവർ ഇറ്റ് ഈസ്. അപ്പൊ തുടക്കം നമ്മൾ എപ്പോഴും ആ ഒരു കാറ്റഗറൈസ്ഡ് സാധനത്തിൽ നിന്നായിരിക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ അകത്ത് എത്രത്തോളം മാക്സിമം ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഫോക്കസ് അക്കാഡമി ഓൾറെഡി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തരും. അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഫ്രീ പ്ലാറ്റ്ഫോമുകൾ, കുറെ ടെലഗ്രാം ചാനലുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കുണ്ട് ടെലഗ്രാം ചാനൽ, ഫോക്കസ് അക്കാഡമിക്കും ഉണ്ട്. അതല്ലാതെ ഈ ഫ്രീ പ്ലാറ്റ്ഫോമുകളായിട്ട് ഡെമ്മി പോലെ അവരുടെ ഒരു എന്താ പറയാ ആഡ് എന്ന് പറഞ്ഞോണം ഫ്രീ ആയിട്ടൊക്കെ മോക്ക് ടെസ്റ്റുകൾ 5 10 ഒക്കെ വെച്ചിട്ട് കാറ്റഗറൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഓരോ സാധനങ്ങൾ ആഡൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ കയറി വെറുതെ അങ്ങ് അറ്റൻഡ് ചെയ്യുക. വെറുതെ മോക്ക് ടെസ്റ്റ് ആണ്, നമുക്കും നഷ്ടമില്ല ഓൾക്കും നഷ്ടമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അത് കാറ്റഗറൈസ്ഡ് ആണ്, അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സിലബസിലൂടെ കടന്നു പോകുന്നു, മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗം ഇനി വരാനിരിക്കണുള്ളൂ, അത് റിവിഷൻ ആണ്. അതായത് പഠിച്ച സാധനം റിവൈസ് ചെയ്യുക എന്നുള്ളൊരു സാധനം. ഓക്കെ, നമ്മൾ നാളെ മുതൽ പഠിച്ചു തുടങ്ങും. നാളെ മുതൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അടുത്ത 2 ആഴ്ച കഴിയുന്ന സമയത്ത് നാളെ പഠിച്ച സാധനം മറന്നുപോയിണ്ടാവും. സ്വാഭാവികമാണ്. മറന്നു പോകില്ല എന്നൊക്കെ വെറുതെ വിചാരിക്കണം. മനുഷ്യനാണോ മറന്നുപോകും, സ്വാഭാവികമാണ്.
മറവി എന്ന് പറയുന്ന സാധനം മനുഷ്യന് പഠിച്ചത് മറന്നു എന്നുള്ള സാധനം, പഠിച്ചു മറന്നു സ്വാഭാവികമാണ്. പിന്നെയും പഠിക്കും, പിന്നെയും പഠിക്കും, പിന്നെയും മറന്നു, പിന്നെയും പഠിക്കും, പിന്നെയും മറന്നു. ഇതാണ് മനുഷ്യന്റെ ഒരു പഠനത്തിന്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ മറന്നു പോകാത്ത മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ ഒരു നെറ്റ് എഴുതാനൊന്നും നിൽക്കൂല, ഒരു വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഇതിനേക്കാൾ വലുതൊക്കെ ആവാൻ നിൽക്കും. ഓക്കെ, മറന്നുപോകും, സ്വാഭാവികമാണ്. അവിടെയാണ് നമ്മൾ റിവിഷൻ സഹായിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ലേണിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഘടകമാണ് റിവിഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ എങ്ങനെയാ റിവൈസ് ചെയ്യുക? റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച സാധനത്തിനെ പിന്നെയും കേട്ട ക്ലാസ്സിനെ പിന്നെയും എടുത്തിട്ട് 2x കേൾക്കുക, 3x ഇതല്ല പരിപാടി. ഓക്കെ, പിന്നെ എഴുതിയ സാധനത്തിന് ഒന്നുകൂടി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വായിക്കുക, ഇതല്ല സാധനം. റിവിഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളൊരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ കേൾക്കുന്ന സമയത്ത് ലൈവ് ആയിക്കോട്ടെ, റെക്കോർഡർ ആയിക്കോട്ടെ, വോട്ടെവർ ഇറ്റ് ഈസ്, ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളെ വളരെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഒരു റഫ് നോട്ടോ അല്ലെങ്കിൽ ഒരു ഡയറി എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുക. ഓരോ മൊഡ്യൂളിനും ഇങ്ങനെ പേപ്പേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെറ്റ് ഒക്കെ ആക്കി വെച്ചിട്ട് അങ്ങനെ ഒരു ഡയറിയെ 10 ഭാഗങ്ങളാക്കി മടക്കി വെക്കുകയോ, ഒരു A4 ഷീറ്റ് എടുത്തിട്ട് 10 സെറ്റ് ആക്കി വെക്കുകയോ, വോട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണ് എളുപ്പം അത് എന്തും ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പേപ്പറിന്റെ സെറ്റ് എടുക്കുക. എന്നിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അതിൽ ടീച്ചർ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഏറ്റവും ഷോർട്ടായിട്ട്, ഈ ലോകത്ത് എത്രത്തോളം ഷോർട്ടാക്കി എഴുതാൻ പറ്റുമോ അത്രയും ഷോർട്ടാക്കിയിട്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ നോട്ട് ഡൗൺ ചെയ്യുക. നോട്ടിന്റെ അകത്ത് നോട്ട് ഡൗൺ ചെയ്യുക. അത് ലോകത്ത് വേറെ ഒരാൾക്ക് മനസ്സിലാവണ്ട, തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതി. നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവേണ്ടതുള്ളൂ. നെറ്റ് എക്സാം കഴിഞ്ഞ് ഈ നോട്ട് നമ്മൾ ദാനം ചെയ്യാൻ പോകണമെന്നില്ല. ഓക്കെ, നമുക്ക് പഠിക്കാൻ, നമുക്ക് മനസ്സിലാവാൻ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ, ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കോഡൊക്കെ ആയിരിക്കും, വോട്ടെവർ ഇറ്റ് ഈസ്, വേറെ ഒരാൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് തുറന്നു നോക്കുമ്പോൾ ഇന്നതാണെന്ന് കത്തിയാൽ മതി. അത്രയും ഷോർട്ടാക്കിയിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. റിവൈസ് ചെയ്യുമ്പം രണ്ടാമതും ആ ക്ലാസ് എടുത്ത് പോയിട്ട് കണ്ട ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, അരമണിക്കൂറിന്റെ ക്ലാസ് എടുത്ത് പിന്നെയും കണ്ട് അടുത്ത അരമണിക്കൂർ കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ നോട്ട് ഒന്ന് മറച്ചു വെക്കാൻ മതി. അപ്പൊ ഇത് കാണുമ്പോൾ ആദ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഇന്നതാണ് എന്ന് ഓർത്ത് വെക്കാം, ഇതല്ലേ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് റിവിഷൻ എന്ന് പറയുന്ന പരിപാടി. ആ റിവിഷൻ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഇന്ന് പഠിച്ചത് ഇന്ന് രാത്രി കിടക്കുന്ന മനസ്സിലാലോചിച്ച് അല്ലെ, ഇന്നതൊക്കെ പഠിച്ചത് അത് ഇന്നതാണ് മനസ്സിലാലോചിച്ച് ഡെയിലി റെഗുലർലി ഡെയിലി റിവൈസ് ചെയ്യുന്നവരുണ്ടാവും. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ചിലർക്ക് ഡെയിലി പറ്റുണ്ടാവില്ലായിരിക്കും, അവർക്ക് വീക്കിലി ചെയ്യാം. ഇനി അത് വീക്കിലി പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ആഴ്ച കൂടുമ്പം ചെയ്യാം. അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ പറ്റില്ല, ഓരോ മൊഡ്യൂളിൽ സെർട്ടൻ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കംപ്ലീഷൻ അനുസരിച്ച് റിവൈസ് ചെയ്യാം. ഇതാണ് റിവിഷന്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ഡെയിലി ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ് രീതി. ഡെയിലി പറ്റാത്തവർ ഈ വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് റിവിഷൻ മസ്റ്റ് ആണ്. ഓക്കെ, റിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, റിവൈസ് ചെയ്യണം. അത് അതിന്റെ ഒരു കീ പോയിന്റ് ആണ്. പഠനം മാത്രം പോരാ, റിവൈസ് ചെയ്യണം. പക്ഷെ റിവൈസ് ഡെയിലി, വീക്ക്ലി എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും, നിങ്ങളുടെ ഒരു കൺവീനിയൻ. പക്ഷെ അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. റിവിഷനാണ് അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അപ്പൊ ഇങ്ങനെയാണ് പഠനത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പേപ്പർ 1 ഇതാണ്, അത് ഇങ്ങനെയാണ് അതിന്റെ ഷെഡ്യൂൾ സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെ സെറ്റായി. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ എന്താ പറയുക, നെറ്റിന് വേണ്ടി എന്ന് പറഞ്ഞ ജീവിതം ഒഴിഞ്ഞു വെച്ചവരല്ല. ഓക്കെ, എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഇറക്കുക, എപ്പോഴാണ് റിസൾട്ട് വരിക, ഇതൊന്നും അറിയാത്ത എന്നെ വിശ്വസിച്ച് നെറ്റിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച മനുഷ്യന്മാരായിരിക്കുമല്ലോ നമുക്ക് വേറെ ജോലികൾ ഉണ്ടാവും, നമ്മൾ PG ചെയ്യുന്നവരായിരിക്കാം, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നവരായിരിക്കാം, നമുക്ക് കുഞ്ഞുമക്കൾ ഉണ്ടായിരിക്കാം, നമുക്ക് വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുമായിരിക്കാം, അതൊക്കെ വരുമായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പഠനത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഏറ്റവും നല്ല വഴി നമ്മുടെ പഠനത്തെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനത് പറയാനുള്ള ഒരു കാരണം, നമ്മുടെയൊക്കെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺ, എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരില്ലെന്ന്. ഓക്കെ, നമുക്ക് എപ്പോഴും 24 മണിക്കൂറും എന്താ പറയാ കയ്യിലുള്ളൊരു, ഈവൻ ബാത്റൂമിൽ പോലും പോകുമ്പോൾ ഫോണും കൊണ്ട് പോകുന്നവരാണ് നമ്മളൊക്കെ. ഓക്കെ, 24 മണിക്കൂറും കൂടെ കയ്യിലുള്ളൊരു സാധനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം. പഠനം അതിലേക്ക് മാറ്റാം. അതിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായിരിക്കും ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആ സ്ക്രോളിങ് ഒരു 2-3 മാസത്തേക്ക് അങ്ങോട്ട് നിർത്തുക, എന്നിട്ട് പഠനം ഇതിലേക്ക് അങ്ങോട്ട് ആക്കാം. അപ്പൊ ഈ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഠനം ഇതിലേക്ക് ആക്കിയാൽ നമ്മൾ എന്തായി, നമ്മുടെ സമയം വീണ്ടും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് വരും. അപ്പൊ ആ ഒരു മോഡേൺ അപ്രോച്ചിലേക്ക് മാറുക, ഡിജിറ്റൽ ലേണിംഗിലേക്ക് മാറുക. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അപ്പൊ ഫോക്കസ് അക്കാഡമിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഇനി ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വരും. അതിൽ നിങ്ങളുടെ ക്ലാസ്സുകളും PDF-കളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ പ്രീ അപ്ലോഡഡ് അല്ല, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിനനുസരിച്ച് അപ്ലോഡിംഗ് ഒക്കെ തുടങ്ങും. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറും.
മൊബൈലിൽ തന്നെ ആക്സസ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് മാറും. അതേപോലെ ടെലഗ്രാം ചാനലിൽ കിസ് വരുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യുക. PDF ഫോണിൽ ഇപ്പം ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ ബസ്സിലിരിക്കുന്ന ആ സമയം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വായിക്കാനുള്ള ഇതാക്കി മാറ്റുക. ഇനി അല്ലെങ്കിൽ എന്താ പറയാ ജോഗിങ്ങിന് പോകുമ്പോഴോ ഒട്ടോറിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ലേണിങ്ങിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുക. നമുക്ക് കുറച്ച് ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. എപ്പോഴും ബുക്ക് കയ്യിൽ കൊണ്ട് നടക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് അഡൽട്ട് ലേണേഴ്സ് ആയ നമ്മളെ സംബന്ധിച്ച് പോസിബിൾ ആയിരിക്കും. പക്ഷെ ഈ സാധനം കൈ കൊണ്ട് നടക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ കൂടെ ഉണ്ടാവുന്ന കയ്യിലുണ്ടാവുന്ന സാധനമാണ്. പറ്റുമെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ വട്ടവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് എന്താണോ അതിലേക്ക് ഒരു ഡിജിറ്റലൈസ് പ്ലാറ്റ്ഫോമിലേക്ക്, അതല്ല നിങ്ങൾ നെറ്റിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ലീവ് എടുത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമുള്ള ഒരു പ്രിപ്പറേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ആവശ്യം വരും തോന്നുന്നില്ല. ഫോൺ മാറ്റി വെച്ച് പഠിച്ചാൽ മാത്രം മതിയാവും. അല്ലാത്തൊരു ഈ സാധനത്തിലേക്ക് പഠനം മാറ്റുക. ഇൻസ്റ്റാഗ്രാമോ അതിലേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്റ്റിക്ക് ഓൺ ചെയ്തു പോകുന്ന ഒരു ഷെഡ്യൂളാണ് ഇപ്പൊ ഉള്ളതെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഒന്നുകിൽ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ടൈമിലേക്ക് മാത്രമായിട്ട് ചുരുക്കിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രമേ ഞാൻ അത് നോക്കുള്ളൂ, ബാക്കി സമയം ഞാൻ ഇത് നോക്കാം എന്നുള്ളൊരു സാധനത്തിലേക്ക് തീരുമാനമെടുക്കാം. അതിന് പിന്നെ മാറ്റാനും നിൽക്കരുത് കേട്ടോ. പോസ്റ്റ്പോൺ ചെയ്യാൻ ഇനിയിപ്പോ ഇന്ന് ഞാൻ ഏതായാലും ഉപയോഗിച്ചു പോയി, നാളെ മുതൽ ഫ്രഷ് ആയിട്ട് അങ്ങനത്തെ പരിപാടിയാണ്. തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിക്കലാണ്, അതിൽ പിന്നെ മാറ്റില്ല. നാളെ മുതൽ പഠിക്കാൻ തീരുമാനിച്ചാണ്, അതിൽ പിന്നെ വേറെ മാറ്റില്ല. ഈ മറ്റന്നാൾ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂൺ 1 വരുന്ന ദിവസങ്ങളുടെ എണ്ണം പിന്നെയും കുറയുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. നാളെ തൊട്ട് തന്നെ അങ്ങ് തുടങ്ങാം. ഇന്ന് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഇതാണ് നാളെ എന്ന് പറഞ്ഞാൽ ശരിക്കും നാളെ എന്ന് പറയാൻ പാടില്ല. ഫ്രം ദിസ് മൂമെന്റ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ് എന്നുള്ളത്. ഡിജിറ്റലൈസ് ചെയ്യുക പ്ലാനിങ് ലേണിംഗ് എന്നുള്ള സാധനമാണ്. ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എഫക്റ്റീവ് ആയിട്ട് മാറാം. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും പ്ലാനിങ് ഉണ്ട്, പഠിക്കുന്നുണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ഡിറ്റർമൈൻഡ് ആണ്, എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ അംബീഷനാണ്, ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഞാൻ പൊളിയാണ്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, റിവൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാരാണ്, നമ്മൾ ഡൗൺ ആവുന്ന സമയം ചില സമയങ്ങളുണ്ടാവും. ഓക്കെ, പഠിച്ചു മടുക്കുക എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും, അല്ലെങ്കിൽ തലക്കുത്തെടുക്കുക എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് നമ്മൾ എത്തും. നിരന്തരം ക്ലാസ്സുകൾ കേൾക്കുന്നു, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു, ഇതിൽ തന്നെ ഒഴിഞ്ഞു വെക്കുന്ന ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ടയേർഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യും. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, അത് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക വികാരങ്ങളാണ്. അപ്പൊ മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റുക എന്നുള്ളൊരു സാധനം, എക്സാം വരെയെങ്കിലും നമ്മുടെ മൈൻഡിനെ ഒരു ലേണിംഗ് ആസ്പെക്റ്റിലേക്ക് പോസിറ്റീവായി വെക്കാൻ പറ്റുക എന്ന് പറയുന്ന സാധനം വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മൾ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ അകത്തുനിന്ന് മൈൻഡിനെ കാം ആൻഡ് കൂൾ ആയിട്ട് മാറ്റി നിർത്തിയിട്ട് പഠിക്കാനിരിക്കുക എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനിലൂടെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ അത്ര ഈസി ആയിരിക്കില്ല. പക്ഷെ നമ്മളത് ചെയ്തേ പറ്റൂ, വി ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ള സാധനമാണ്. ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു 3 സാധനങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അത് എത്രത്തോളം നിങ്ങൾക്ക് പോസിബിൾ ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ, എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ലൈഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നു അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ട്രാക്കിന്ന് മാറിപ്പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മളെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മളെക്കാൾ അധികം നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകൾക്കറിയും. വിച്ച് മീൻസ് നമ്മള് പിയർ ലേണിംഗ് ആക്ടിവിറ്റികളിലേക്ക് നിർബന്ധമായും ഇൻക്ലൂഡ് ആവണമെന്നർത്ഥം. ഓക്കെ, അതായത് നമ്മുടെ അതേ ലക്ഷ്യവുമായിട്ട് നെറ്റ്വർക്ക് JRF നിരന്തരം സ്വപ്നം കണ്ടുള്ള ആളുകളിലേക്ക് അവരുടെ കൂടെ ഇരുന്ന് ലിങ്ക് ഇട്ടിട്ട് വേറൊരു ഇൻഫോർമൽ ഡിസ്കഷൻ ടോപ്പിക് ഒക്കെ ഇട്ട് ഡിസ്കഷൻ നടത്തുക. പേപ്പർ 1 ആയിക്കോട്ടെ പേപ്പർ 2 ആയിക്കോട്ടെ ഒന്നിച്ചിരുന്ന് പഠിക്കുക എന്നുള്ള. അപ്പം എനിക്കൊന്നും ഞാൻ 2ാമത്തെ വട്ടം നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ കൂടെ എന്താ പറയാ ക്യാരിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ള അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ പണിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 മണിക്ക് ലിങ്ക് ഇടും. പുലർച്ചെ 4 മണിക്ക് ലിങ്ക് ഇട്ടിട്ട് ഒരു 4 മണി 5 മണി 5:30 വരെയൊക്കെ നമ്മൾ ഇരുന്ന് ഡിസ്ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യോ ടോപ്പിക്കിനെ കുറിച്ച് ഒരാൾ പ്രിപ്പയർ ചെയ്തിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യും. ഈ കുഞ്ഞു മക്കളൊക്കെ എണീക്കുന്നതിന് മുമ്പുള്ള പരിപാടി സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പിനെ നമ്മുടെ അതേ കണ്ടീഷനിലുള്ള ആളുകളെ ചേർത്തിട്ട് പിയർ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളേക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ, ഇപ്പൊ PGക്ക് പഠിക്കുന്ന കുറച്ച് ആളുകൾ ചേർന്നിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ കുഞ്ഞു മക്കളുള്ള കുറച്ച് അവരുടെ കണ്ടീഷൻ ഓൾമോസ്റ്റ്
സെയിം ആയിരിക്കും, അവർക്ക് സെറ്റ് ആവാൻ പറ്റും പെട്ടെന്ന്. അത്തരം പിയർ ലേണിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറാം. എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ? നമ്മൾ ഡൗൺ ആണെന്ന് അറിഞ്ഞാൽ ഇവര് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പിന്നിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇവര് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യും, നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മളെയും കൂടി പഠനത്തിലേക്ക് പിടിച്ചുകൊണ്ട് വരും, നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും എന്നുള്ളതാണ് ഒരു ഘടകം. രണ്ടാമത്തത്, ഇനി നമ്മൾ മടി പിടിച്ചിട്ടാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഭയങ്കര മടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവരിങ്ങനെ ലിങ്ക് ഒക്കെ ഇട്ട് പഠിക്കുന്ന ഇങ്ങനെ കാണുന്ന സമയം നമുക്ക് പെരുത്തിങ്ങനെ കയറാൻ തുടങ്ങും, പേടിയാവാൻ തുടങ്ങും. ഇവരൊക്കെ പഠിക്കണേ, ഞാൻ മാത്രം പഠിക്കും. ആ പേടിന്റെ അകത്ത് മടി മാറ്റിച്ച് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരാൻ ഈ രണ്ട് ഗുണങ്ങളാണ് പിയർ ലേണിംഗ് ആക്ടിവിറ്റി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ആ ഒരു സാധനത്തിലേക്ക് എന്ത് ചെയ്യാൻ, പിയർ ലേണിംഗ് ആക്ടിവിറ്റി വളരെ മസ്റ്റാണ്. കാരണം ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞതും അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചതും ഒന്നുമല്ല ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ നമ്മൾ കുറെ ചളിയൊക്കെ അടിച്ചിട്ട് ഈ ഡിസ്കഷന്റെ ഇടയിൽ തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ ഉണ്ടാവില്ല, ആ സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ ഉണ്ടാവും. ഒരു കാലത്ത് റിവൈസ് ചെയ്തില്ലെങ്കിൽ അത് മറന്നുമില്ല, ആ ചളീന്റെ കൂടെ അതിങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും. ഇപ്പൊ പിയർ ലേണിംഗ് ഗ്രൂപ്പുകളുടെ ഭാഗമാവുക, അത് നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വൈബ് തരും. പിന്നെ ബി മോട്ടിവേറ്റഡ്, ബി റിലാക്സ്. അതൊരു എന്താ പറയുക, 24 hours മോട്ടിവേറ്റ് ആയിരിക്കുക, 24 hours റിലാക്സ്ഡ് ആയിരിക്കുക എന്നുള്ള ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ കുറിച്ച് പറ്റി പറയുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള 24 മണിക്കൂറും മോട്ടിവേറ്റ് ആയിരിക്കുന്ന 24 മണിക്കൂറും റിലാക്സ്ഡ് ആണെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന് ശരിക്കും വേറെ എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 24 മണിക്കൂറും റിലാക്സ്ഡ് ആവാനൊന്നും പറ്റില്ല. നമ്മൾ ചില സമയത്ത് ഡൗൺ ആവും, നമ്മൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് മദ്യമായി എന്നൊക്കെ തോന്നും, നമുക്കൊരു ബോറടിക്കുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ വല്ലാത്ത ബോറടിക്കുന്ന സമയത്ത് ഒരാഴ്ച പഠിച്ചിട്ട് ഒരു ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കാം, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ട്രിപ്പ് പോവുകയോ, ഒറ്റ ദിവസം, ഒരു ദിവസം മാക്സിമം പോയാൽ 2 ദിവസം. പക്ഷെ ആ 2 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോവരുത്, തിരിച്ചിങ്ങോട്ട് വരണം. എന്നിട്ട് അടുത്തൊരാഴ്ച പഠിക്കുക, അടുത്ത ദിവസം ബ്രേക്ക് എടുക്കുക, അടുത്ത ആഴ്ച പഠിക്കുക. അങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതും റിലാക്സ്ഡ് ആവുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ ട്രാക്കിലായിരിക്കണം. ആ ട്രാക്കിൽ നിന്ന് ഒരു പോക്കണ്ട് പോയിട്ട് പിന്നെ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തിരിച്ചു വരുന്ന പരിപാടി ആയിരിക്കും. ആ തിരിച്ചു വരുത്തുന്നതിനാണ് നമുക്ക് ശരിക്കും എന്ത് ആവശ്യം? ഈ പിയർ ലേണിംഗ് ആക്ടിവിറ്റികൾ, പിയർ ലേണിംഗ് ഗ്രൂപ്പിൽ നമ്മളെ തിരിച്ചു വിളിക്കാൻ. ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കുക. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കോ, ഞാൻ പാസ്സാവോ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചിന്തിക്കണം. നമ്മൾ നമ്മുടെ പണിയെടുക്കുക, ബാക്കി ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അതിലങ്ങ് വിശ്വസിക്കുക, ബാക്കി ദൈവം ചെയ്തോളും, അല്ലെങ്കിൽ NTA ചെയ്തോളും എന്നുള്ളവർ അങ്ങനെ വിശ്വസിക്കുക. നമ്മുടെ പണി നമ്മൾ എടുക്കുക. വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് ടഫ് ആയിരിക്കും എക്സാം, അല്ലെങ്കിൽ എക്സാം നീട്ടി വെക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുക. നമ്മുടെ പണിയെടുക്കുക. നമുക്ക് ഇനഫ് ടൈം ഉണ്ട്, മൊഡ്യൂൾസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മളൊന്നും മെസ്സപ്പ് ആക്കിയിട്ടില്ല, നമ്മളൊന്നും മിസ്സാക്കിയിട്ടില്ല, നമ്മളൊന്നും എന്താ പറയാ വേണ്ടാന്ന് വിചാരിച്ച ഒരു മൊഡ്യൂളും ഒഴിവാക്കിയിട്ടില്ല. പേപ്പർ 1 ആയിക്കോട്ടെ, പേപ്പർ 2 ആയിക്കോട്ടെ, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്, എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിനെ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. കൂടെ ഇരുന്ന് പിയർ ലേണിംഗ് ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്നുള്ള സാധനം മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. നമുക്ക് നമ്മളെ കുറിച്ച് അറ്റ് ദ എൻഡിൽ എക്സാം എഴുതാൻ പോണതിന്റെ തലേന്ന് ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനബോധം തോന്നുന്ന രീതിയിൽ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അഭിമാനബോധം തോന്നുന്ന രീതിയിൽ പഠിക്കാം. നാളെ നിങ്ങൾക്ക് നെറ്റ് ഓർ JRF കിട്ടുന്ന സമയത്ത് ആ സമയത്ത് പറയാനുള്ളൊരു എന്താ പറയാ, ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആക്കി മാറ്റാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണി എന്നുള്ളതാണ്. ഓക്കെ, എക്സാം പാസ്സായിട്ട് ഒരു എന്താ പറയാ, ഒരു വിന്നേഴ്സ് സംസാരിക്കുന്ന ഒരു പരിപാടിയിൽ നിങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് വെക്കുക. അങ്ങനെ സംസാരിക്കാൻ കഥകൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണി ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കണം. അങ്ങനെ അഡ്വഞ്ചറസ് ആവണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പോണതിന്റെ പാരലൽ ആയിട്ട് നമ്മുടെ ഈ പരിപാടി നടക്കണം. ഓക്കെ, ആ പരിപാടി ഭയങ്കര എൻഗേജിങ് ആയിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, സെലിബ്രേറ്റഡ് ആയിട്ട് കൊണ്ടുപോവുക, ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുക, കൂടെ നമ്മളെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിയിരുന്നിട്ട് ചെയ്യാം. അത് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക. നമുക്ക് മുമ്പോട്ട് പോവേണ്ട, നമുക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ഒരു വഴിയാണെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്കിത് ഭയങ്കര അത്ര ഇഷ്ടമുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ നമുക്കത് സിഗ്നിഫിക്കന്റ് ആയതുകൊണ്ടാണ്, നെറ്റ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എന്താ പറയാ 10 മണി 10:30 ആവാനായിട്ട് നമ്മളൊക്കെ ഈ എന്താ പറയാ ഈ മീറ്റിംഗിൽ ഉറങ്ങാതെ വന്നിരുന്ന് കേൾക്കുന്ന 45 ആളുകളും അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേൾക്കണേ. ആ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇനിയുള്ള 3 മാസങ്ങൾ കൈകാര്യം ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പഠിക്കൂലേ, പാസ്സാവൂലേ? ഇത്രയേ ഉള്ളൂ പേപ്പർ 1. അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പേപ്പർ 1നെ കുറിച്ച് എന്ത് തോന്നുന്നു? കൂടാത്തൊരു സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ വളരെ എഫക്റ്റീവായ രൂപത്തില് ടീച്ചർ നമുക്ക് പേപ്പർ 1ന്റെ എല്ലാ വശങ്ങളും, അതായത് സിലബസിനെ കുറിച്ച്, എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതേപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കൂടി നൽകിയിട്ടാണ് പ്രസിദ്ധ ടീച്ചർ സംസാരിച്ചിട്ടുള്ളത്.
എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ പഠനരീതിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ അർത്ഥത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കുക. ഇത്തവണ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഇത്രയും സമയം വളരെ ഇഫക്റ്റീവായ രൂപത്തിൽ നമുക്ക് ക്ലാസ് എടുത്ത് തന്ന പ്രസീത ടീച്ചർക്ക് പ്രത്യേകമായ കൃതജ്ഞത, നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ തന്നെ ടീച്ചർ ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു അഡ്മിനായിട്ട് തന്നെ ടീച്ചർ ഉണ്ട്, കൂടെ ഉണ്ട്. നമ്മൾ എന്തായിരുന്നാലും എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കുക അല്ലേ ടീച്ചറെ? ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.